നമസ്കാരം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. കേരളത്തിലും ഹിജാബ് വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിലെ ലക്ഷ്യം എന്തായിരുന്നു? പ്രശ്നം വഷളാകാതെ സമാധാനപരമായി പരിഹരിക്കാൻ ഒരുങ്ങുമ്പോൾ എരുതിയിൽ എണ്ണയൊഴിച്ചത് വിദ്യാഭ്യാസ മന്ത്രിയല്ലേ? ഇന്നലെ രാത്രി സ്കൂളിനെതിരെ പറഞ്ഞ മന്ത്രിക്ക് ഇന്ന് നേരം വെളുത്തപ്പോൾ കാര്യങ്ങൾ മാറ്റിപ്പറയാൻ പ്രേരണയായത് എന്താണ്? ഇടപെട്ട രാഷ്ട്രീയക്കാരൊക്കെ പരിഹരിക്കാനോ വഷളാക്കാനോ ശ്രമിച്ചത്? ഹിജാബിനായി സർക്കുലർ വേണമെന്ന SDPI നിലപാട് എന്തു ലക്ഷ്യം വെച്ചാണ്? മതസംഘടനകൾ വിരട്ടുമ്പോൾ കോടതിയെ പോലും അവഗണിക്കുന്ന സർക്കാരാണോ ഇത്? ഇടത് സർക്കാരിന് അതിലെ മന്ത്രിക്ക് കാര്യങ്ങൾ തിരുത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? സമാധാന അന്തരീക്ഷം തകർക്കാൻ ഒരു കൂട്ടർ മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കുമ്പോൾ അതിന് വളം വെക്കുകയാണോ സർക്കാർ ചെയ്യേണ്ടത്? വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇടത് സർക്കാരും അപകടകരമായ രീതിയിൽ കേരളത്തിൽ നടപ്പാക്കുകയാണോ? ഇന്നലെ ഈ വിഷയത്തിൽ മന്ത്രി ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർ റിപ്പോർട്ട് അത് ശരിവെച്ചുകൊണ്ട് ഹിജാബുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം, ആ കുട്ടിക്ക് വിദ്യാഭ്യാസത്തിൻ്റെ മതവിശ്വാസത്തിൻ്റെ ഭാഗമായി ശിരോവസ്ത്രം ധരിച്ച് തുടർ പഠനം നടത്താൻ സ്കൂൾ അനുമതി നൽകണം, ശിരോവസ്ത്രത്തിൻ്റെ നിറവും മറ്റും തീരുമാനിക്കാം സ്കൂൾ അധികൃതർക്ക് എന്ന് മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കുകയാണ്. ഈ വിഷയത്തിലൊരു സമാധാന ശ്രമമൊക്കെ കാര്യമായി മുന്നോട്ട് പോകുമ്പോഴാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മന്ത്രി പറഞ്ഞത്. ആ വിഷയം വീണ്ടും കത്തിക്കാനും പ്രധാനപ്പെട്ട കത്തോലിക്ക സഭകളുടെയൊക്കെ എതിർപ്പ് വരുത്താനും സ്കൂൾ അധികാരികളുടെ ശക്തമായ പ്രതികരണത്തിനുമൊക്കെ ഈ വാർത്താക്കുറിപ്പ് കാരണമായി. അതിനുശേഷം ഈ പ്രശ്നങ്ങളൊക്കെ വഷളായപ്പോൾ മന്ത്രി വീണ്ടും മാധ്യമങ്ങളെ കണ്ടു, നിലപാട് തിരുത്തി. അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലേക്ക് ആദ്യം പോകാം. ഗവൺമെന്റിന് വ്യക്തമാക്കാനുള്ളത് ഈ പ്രശ്നം അവിടെ വെച്ച് തീർക്കട്ടെ. അവിടെ ഇതിനിടയിൽ ഒരു ഒത്തുതീർപ്പ് പുറത്തുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരെല്ലാം ചേർന്നുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് നടന്നതായി കേൾക്കുന്നു, പത്രങ്ങളിലൂടെ കേൾക്കുന്നു. ആ പ്രശ്നത്തിൽ വിഷയം തീർന്നെങ്കിൽ തീർന്നോട്ടെ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുട്ടിയുടെ രക്ഷകർത്താവ് പഴയ സ്റ്റാൻഡിൽ നിന്ന് മാറി ശിരോവസ്ത്രമില്ലാതെ തന്നെ കുട്ടിയെ സ്കൂളിൽ അയക്കാം എന്ന് സമ്മതിച്ചു എന്നാണ് പറയുന്നത്. അതോടുകൂടി പിന്നെ പ്രശ്നം തീർന്നല്ലോ, പ്രശ്നം തീർന്നു. പക്ഷെ ഒരു കാര്യം, ഈ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇടപെട്ടത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ ഇടപെട്ടത്, ഒരു കുട്ടിയുടെ അവകാശം, അവന് ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം നിഷേധിക്കുവാൻ ആർക്കും അവകാശമില്ല. ഇതിന് വളരെ ശക്തമായ ഭാഷയിൽ ഇതുമായി ബന്ധപ്പെട്ട ഇന്നലത്തെ വാർത്താക്കുറിപ്പിന് സ്കൂൾ അധികൃതരുടെ പ്രതികരണം, പ്രത്യേകം സ്കൂൾ പ്രിൻസിപ്പാളിന്റെ പ്രതികരണം വന്നപ്പോഴാണ് മന്ത്രിക്ക് കാര്യങ്ങൾ കത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ പ്രതികരണത്തിലേക്ക് കൂടി ഒന്ന് പോകാം. 2018 കേരള ഹൈക്കോർട്ട്, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോർട്ട് വിധി പ്രകാരം ഉള്ള നിലവിൽ അതങ്ങനെ തന്നെയാണ്. എന്ത് യൂണിഫോമിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളത് അത് അഡ്മിനിസ്ട്രേറ്റർ ലെവൽ, മാനേജ്മെന്റ് ലെവൽ തന്നെയാണ് സ്വീകരിക്കണം. അത് നിലനിൽക്കുന്നുണ്ട്. എനിവേ വി വിൽ ഫോളോ മാനേജ്മെന്റ് respective rules and regulation, the same institution, St. Rita's Public School. Surely we will follow that. ഒടുവിൽ മന്ത്രി ആ തരത്തിലെ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. പിന്നെ എന്തിനായിരുന്നു ഈ നാടകം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീമതി TP സിന്ധുപോൾ BJP നേതാവ് കൊച്ചിയിൽ നിന്ന് ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. PTA പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത് പണിക്കുണ്ട്, രാഷ്ട്രീയ നിരീക്ഷകൻ. ഒപ്പം ശ്രീ ആരിഫ് ഹുസൈൻ, എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ്, ഈ ചർച്ചയിൽ പങ്കെടുക്കും. ശ്രീ അൻസാരി ഏനാത്ത് SDPIയുടെ പ്രതിനിധിയായി ഈ ചർച്ചയുടെ ഭാഗമാകും. ശ്രീ അൻസാരി ഏനാത്ത്, ഇത് നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് ഒരു വിദ്യാഭ്യാസ രീതിയുണ്ട്. സ്കൂളുകൾക്ക് അവരുടെ മാർഗനിർദ്ദേശമുണ്ട്, മാനദണ്ഡമുണ്ട്. അതിന് ഉപോത്ബലകമായി അല്ലെങ്കിൽ അതിന് പിന്തുണയുമായി ഹൈക്കോടതിയുടെ വിധിയുമുണ്ട്. പിന്നെ എന്തിനാണ് ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കുലർ ഇറക്കണം എന്നൊക്കെയുള്ള കടന്ന ആവശ്യം SDPI ഉന്നയിക്കുന്നത്? SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യനായ CPI ലത്തീഫ് ഇന്ന് ആവശ്യപ്പെട്ടത് കടന്ന ആവശ്യമാണോ? നമ്മുടെ രാജ്യത്തെ ഭരണഘടന, മതേതരം നിലനിൽക്കുന്ന ഭരണഘടനയുള്ള ഒരു രാജ്യത്തെ ഓരോ വിദ്യാഭ്യാസ സ്കൂള്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, അവർക്കൊക്കെയും അവരുടെ മൗലികാവകാശങ്ങൾ കാത്തു സൂക്ഷിക്കാനുള്ള വളരെ നല്ല സുന്ദരമായൊരു ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെ ചില സ്കൂളുകളിൽ പിന്നെ അവരുടെ മതപരമായ തട്ടമിടുന്നതടക്കമുള്ളത് ഇടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് എത്രയോ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. ആ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോഴൊക്കെ തന്നെയും നമുക്കറിയാം, അതിലെല്ലാം കാസ എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയുണ്ട്. കഴിഞ്ഞ സംസ്ഥാന പോലീസ് മേധാവിയുടെ യോഗത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പോലീസ് അധികാരികളോട് പറഞ്ഞതാണ്, ഇവിടെ മുസ്ലിങ്ങളുടെയും ക്രൈസ്തവരുടെയും ഇടയിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയിട്ട് കാസ എന്ന് പറയുന്ന
ഒരു നിഗൂഢമായ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്, ജാഗ്രത വേണം, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കുറേ നാളുകൊണ്ട് നമ്മുടെ മുന്നിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളും നിങ്ങൾ എടുത്തു നോക്കുക, അതിന്റെ പിന്നിൽ കാസയുണ്ടാവും. ഈ കാസയെ നേരിടാനാണോ നിങ്ങൾ സമാധാനപരമായി മുന്നോട്ട് പോകുന്ന ഒരു സ്കൂൾ അന്തരീക്ഷത്തെ ഈ തരത്തിൽ രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിച്ചത്? അവിടെ STP ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അവിടുത്തെ സ്ഥിതി നിങ്ങൾക്കറിയോ? ഈ ചർച്ചയിൽ ആ കുട്ടിയുടെ പിതാവുണ്ടോ എന്ന് എനിക്കറിയില്ല. പിതാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നുമില്ല. സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹന്ന ഫാത്തിമ ജൂണിലാണ് അവിടെ ചേർന്നത്. ആ ചേർന്ന കുട്ടി പിന്നെ എന്ത് ചെയ്തു, അവിടെ ഇതുണ്ടെന്ന് പറഞ്ഞു, ഒപ്പിട്ട് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. ആ പിതാവ് തന്നെ സാക്ഷ്യപ്പെടുത്തി, ഞാൻ ഒപ്പിട്ടിട്ടില്ല, അങ്ങനെ ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ സ്കൂൾ തുറന്നതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു ഡയറി കൊടുത്തു. ആ ഡയറി കൊടുത്തതിൽ തന്നെ അവ്യക്തതയാണ്. ചില പേജ് ചില ഡയറിയിലുണ്ട്, ചില ഡയറിയിലില്ല. സ്വാഭാവികമായിട്ടും ആ കുട്ടി ആ സ്കൂളിൽ പോയി. സ്കൂളിൽ പോകുമ്പോൾ ആ കുട്ടിയെ ചില സമയത്ത് ഹിജാബ് ധരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നു, ഷാള് മാത്രം ഇട്ടാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ ചിലപ്പോൾ ക്ലാസ്സിലിരുത്തും. ഈ കുട്ടിയുടെ അഹങ്കാരിയാണ്, നീ ധിക്കാരിയാണ്, ചില ആൺകുട്ടികളോടൊപ്പം ചേർന്ന് അവിടെ പോയി ഇരിക്കാൻ പറയുന്നു, മാറ്റി നിർത്തും. നിങ്ങൾക്കറിയോ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന 8ാം ക്ലാസ്സുകാരി 1 മണിക്കൂർ മേളിൽ പല ദിവസങ്ങളിലും വെയിലത്ത് നിന്നു ആ ബാഗും പിടിച്ചുകൊണ്ട്. നമുക്കതിൽ വേദനയില്ലല്ലോ. അപ്പൊ അങ്ങനെ നിരന്തരമായി മാനസിക പീഡനം നടത്തിയപ്പോൾ പിതാവ് സ്വാഭാവികമായിട്ടും ചോദിച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആ സമയത്താണ് അദ്ദേഹം വിളിക്കുന്നത് STPയുടെ നമ്മുടെ അവിടുത്തെ സാമൂഹിക പ്രവർത്തകനാണ്. STP അവിടെയാണ് STPയുടെ ഇടപെടൽ. ഞാൻ ചോദിക്കുന്നത്, ഓരോ മതങ്ങൾക്കും ഓരോ മതവിഭാഗങ്ങൾക്കും അവരുടേതായ മതചിഹ്നങ്ങൾ ഉണ്ടല്ലോ സാർ. ഇപ്പോൾ നാളെ കാവി വസ്ത്രം ധരിച്ച്, കാവി തലപ്പാവൊക്കെ വെച്ച്, കാവി ഷോളൊക്കെ ധരിച്ച് ഒരു കുട്ടിക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് വരണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചാൽ അതിനെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കുന്ന നിലപാട് ആ സ്ഥാപനത്തിന് സ്വീകരിക്കാൻ സാധിക്കുമോ? രഞ്ജിത്ത്, ഞാൻ ചോദിച്ചോട്ടോ, ആ കുട്ടി അവിടുത്തെ യൂണിഫോം ഉപയോഗിക്കുന്നില്ലേ? ഞാനത് ചോദിക്കുന്നത്. ആ യൂണിഫോമിനോടൊപ്പം അതിനകത്ത് കളർ വ്യത്യാസം ആ കൊച്ചു വരുത്തിയിട്ടില്ല. ആ ഇസ്ലാമിക വിശ്വാസ പ്രമാണം അനുസരിച്ച് ഒരു പെൺകുട്ടി തലമറയ്ക്കുക എന്നുള്ളത് അവരുടെ ഒരു മതപരമായ ഒരു ആചാരമാണ്. അത് നടത്തിക്കൊണ്ട് വേറൊന്നുമില്ല. നമ്മുടെ ഭരണഘടനയിൽ ഇപ്പം കുറി ഇട്ടുകൊണ്ട് വരുന്ന കുട്ടികളുണ്ട്, അതുപോലെ കുരിശ് ഇട്ടുകൊണ്ട് വരുന്ന കുട്ടികളുണ്ട്. അവരെയൊക്കെ നിങ്ങളത് ഇടരുതെന്ന് പറയാൻ കഴിയുമോ? എന്നതുപോലെ തലമറച്ച് ഒരു കുട്ടി വരുമ്പോൾ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? ഞാനതാ ചോദിക്കുന്നത്. നമ്മളൊക്കെ ജീവിക്കുന്നത് മതേതര രാജ്യത്തല്ലേ? കോടതിയുടെ നിലപാട് അറിയാമോ? നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട്. അവിടെ എന്താണ് കോടതികൾ പറഞ്ഞത് എന്നറിയാമോ? ഓരോ മാനേജ്മെന്റിനും സ്വീകരിക്കാം, അവർക്ക് നിലപാടെടുക്കാം. ആ സ്കൂളിലേക്ക് കുട്ടിക്ക് എന്ത് ഡ്രസ്സ് ധരിക്കണം, ഡ്രസ് കോഡ് എന്തായിരിക്കണം എന്ന കാര്യത്തിൽ. അതുമായി അഭിപ്രായ വ്യത്യാസമുള്ള കുട്ടിക്ക് മറ്റ് സ്കൂളുകളിൽ പോയി പഠിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുള്ള നാട് കൂടിയാണിത്. അവിടെയാണ് ഒരു കുട്ടി മാത്രം ഈ പറഞ്ഞതുപോലെ ആ കുട്ടി അതുമായിട്ട് നമ്മൾ മാനേജ്മെന്റ് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് 4 മാസത്തോളം ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതലാണ് വീണ്ടും ഈ തട്ടം ധരിച്ചുകൊണ്ട് വരാൻ അല്ലെങ്കിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് വരാനുള്ള ശ്രമം നടത്തുകയും അത് ഒരു സംഘടന STP ഏറ്റെടുക്കുകയും മറ്റും ചെയ്തത് എന്നുള്ളത്. അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണമോ എന്നാണ് എൻ്റെ ചോദ്യം, ശ്രീ അൻസാരി. ഞാനത് പറയുന്നത്, STP പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അവിടെ ഈ കുട്ടീനെ ഇത്രയും നാളും തട്ടം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഷാൾ ഇട്ടുകൊണ്ട് പോയ കുട്ടി പെട്ടെന്ന് എന്തുകൊണ്ടാണ് അവിടെ ഷാൾ മാറ്റേണ്ടി വരുന്നത്? STP പോയി പറഞ്ഞിട്ടാണോ? അവിടുത്തെ PTA പ്രസിഡന്റ് ആരാണ്? അവിടുത്തെ PTA അല്ല, അവിടെ ഇതുവരെയും ധരിച്ചുകൊണ്ട് പോയതോ? ആദ്യത്തെ ദിവസങ്ങളിലാണ്. താങ്കൾക്ക് ആ വിഷയത്തെ കുറിച്ച് വ്യക്തതയില്ലാത്തതുകൊണ്ടാണ്. 4 മാസവും ആ കുട്ടി ഈ പറഞ്ഞതുപോലെ ഹിജാബ് ധരിച്ചല്ല എത്തിയത്. പിന്നീട് കഴിഞ്ഞ ആഴ്ച മുതലാണ് ഈ പ്രശ്നം ഉണ്ടായത്. രഞ്ജിത്തെ, എനിക്ക് വ്യക്തതയുണ്ട്. അല്ലെന്നേ രഞ്ജിത്തെ, അത് അന്വേഷിക്കാത്തോണ്ട് ഞാൻ പറയുന്നത്. കുട്ടിയോട് നിങ്ങൾ അന്വേഷിച്ചോ, ചോദിച്ചോ? ഹിജാബ് മറച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അവിടെ പോകുമ്പോ ഷാൾ ഇട്ടിട്ടുണ്ട്. ഞാനും ഉണ്ട് രഞ്ജിത്തെ, ഞാനും ഉണ്ട്. ഞാൻ പറയട്ടെ, ഷാൾ ഇട്ടുകൊണ്ട് ആ കുട്ടി പോയി, ബാക്കി സൈക്കിളിൽ വെച്ചിട്ട് ഷാൾ ഇട്ടുകൊണ്ട്. ഷാളും ഒഴിവാക്കാൻ പറയുമ്പോഴാണ് അവിടെ പ്രശ്നമാവുന്നത്. അത് STP പറഞ്ഞിട്ടല്ല കേട്ടോ. ആ ഷാൾ ഒഴിവാക്കാൻ പറഞ്ഞ അവിടുത്തെ മാനേജ്മെന്റ് അല്ലേ. ഏറ്റവും ഒടുവിൽ കുട്ടിയുടെ പിതാവ് സമ്മതിച്ചു കേട്ടോ. യഥാർത്ഥത്തിൽ അവിടെ വേറെ പിതാവ് ഹിജാബ് ധരിച്ച് വരില്ല എന്ന് കുട്ടിയുടെ പിതാവ് വന്ന് സമ്മതിച്ചിട്ട് കോംപ്രമൈസ് ഒക്കെ ആയതാണ് നിലവായിട്ട് കേട്ടോ. അതും താങ്കൾ അറിഞ്ഞു കാണുമല്ലോ.
അല്ല, STPയുടെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ ഹിജാബ് ധരിക്കാതെ ഒരാൾ പോയാൽ നമ്മൾ തടയാനൊന്നുമില്ല. ഇപ്പൊ അവരെ പിതാവിന് ഹിജാബ് ധരിക്കാതെ പോകണമെന്നാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ പോകുന്നതിന് നമുക്കെതിരൊന്നുമില്ല. പക്ഷേ ഒരു കുട്ടി ഹിജാബ് ധരിച്ച് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് തടസ്സം ഉണ്ടാകരുത് നമ്മുടെ രാജ്യത്ത്. അത് മാത്രമേ STP പറയുന്നുള്ളൂ. എല്ലാവരും ഇപ്പൊ ഹിജാബ് ധരിച്ചുകൊണ്ട് പോകണമെന്ന് നമ്മൾ പറയുന്നില്ല. മുസ്ലിം കുട്ടികൾ പലരും ഹിജാബ് ധരിക്കാതെ ആ സ്കൂളിൽ തന്നെ ഉണ്ടല്ലോ, എത്രയോ നാളുണ്ട്. അങ്ങനെ STPക്ക് പ്രശ്നം ഉണ്ടാക്കാമായിരുന്നല്ലോ. അല്ലെ, അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നവരാണെങ്കിൽ അങ്ങനെ പ്രശ്നത്തിനൊന്നും STP പോകുന്നതല്ല. വളരെ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അതാണ് വരുന്ന ഇന്ന് ഞങ്ങളുടെ തുളസീധരൻ പള്ളിക്കലെ വാർത്താ സമ്മേളനം തിരുവനന്തപുരം പ്രസ് ക്ലബിലുണ്ടായിരുന്നു. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സർവ്വസജ്ജമാണ്. ശരി, ഇവിടെ ഇന്നലെ രാത്രി ശ്രീത്ത് ഈ ചർച്ചയിലുണ്ടായിരുന്നു. നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അത് പറഞ്ഞത് അതിനകത്ത് പ്രധാനപ്പെട്ട മന്ത്രിയുടെ നിലപാടാണ്. ഇന്ന് രാവിലെ നേരെ മന്ത്രി കാര്യങ്ങൾ തിരിക്കുകയാണ്. ഇവിടെ ഇന്നലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ സംഭവിച്ചു എന്ന് പറയുന്നു. ഇന്നിപ്പോൾ ഒരു ഓഡിയോ പ്രചരിക്കുന്നുണ്ട് എന്ന് ഞാൻ കേട്ടു. അതിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് ലഭ്യമായിട്ടില്ല. കുട്ടിയുടെ പിതാവ് പറയുകയാണ് നമ്മൾ രാഷ്ട്രീയമായിട്ട് ചില ആളുകൾ ഉപയോഗിച്ചു എന്നുള്ളത്. ഈ തരത്തിലാണ് ഇത്തരം വളരെ സങ്കീർണമായ വിഷയങ്ങൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ കൈകാര്യം ചെയ്യുന്നത്. ഒരു സ്കൂൾ വിദ്യാഭ്യാസ ഓഫീസർ റിപ്പോർട്ട് നൽകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മന്ത്രി ഒരു പ്രസ്താവന ഇറക്കുകയാണ്. അതിനുശേഷം രാവിലെ ആരൊക്കെ ഉപദേശിച്ചതുപോലെ വീണ്ടും തിരുത്തുകയാണ്. കോടതി വിധി അനുസരിക്കുന്നു എന്ന് പറയുകയാണ്. എന്താണ് സംഭവിക്കുന്ന അർത്ഥത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഇടപെടുന്നതിൽ, അത് കൈകാര്യം ചെയ്യുന്നതിൽ എത്ര അപക്വമായാണ് നമ്മുടെ സംവിധാനങ്ങൾ പെരുമാറുന്നത്? നിശ്ചയമായിട്ടും രഞ്ജിത്ത്, നമ്മുടെ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമെല്ലാം തന്നെ രമ്യമായി പരിഹരിക്കപ്പെട്ടതിന് ശേഷം, അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായതിനു ശേഷം അദ്ദേഹം അതിനെ വീണ്ടും വഷളാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. അത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയാണ് എന്നതിൽ നമ്മളെല്ലാവരും തന്നെ ലജ്ജിക്കുകയാണ് വേണ്ടത്. കാരണം അവിടെ ആരാണോ പ്രശ്നം ഉണ്ടാക്കിയിരുന്നത് ആ ആൾക്കാർ തന്നെ ആ വിഷയം മനസ്സിലാക്കുന്നുവെന്നും ഇനി എൻ്റെ മകൾ അതേ സ്കൂളിൽ തന്നെ പഠിക്കുമെന്നും അവിടുത്തെ ഡ്രസ് കോഡ്, യൂണിഫോം പോളിസി അത് പൂർണ്ണമായിട്ടും അഡ്ഹിയർ ചെയ്യും എന്ന് പറഞ്ഞു പോയതിനു ശേഷം, അത് ആ കുട്ടിയുടെ രക്ഷിതാവ് തന്നെ മാധ്യമങ്ങളോട് കൺഫേം ചെയ്തതിന് ശേഷം കുറേ സമയം കഴിഞ്ഞതിന് ശേഷമാണ് മന്ത്രി അനാവശ്യമായിട്ട് ഇതിലേക്ക് വീണ്ടും കോലിട്ടിളക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്താണ്, അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥരുടെ താല്പര്യം എന്താണ്, ഈ കാര്യങ്ങളാണ് ഇവിടെ പ്രധാനം. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ ആർക്കും തന്നെ നിയമപരിജ്ഞാനമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭരണഘടനാപരമായിട്ടുള്ള പ്രൊവിഷൻ എന്താണ് എന്നതിനെക്കുറിച്ച് അറിയുമെന്ന് തോന്നുന്നില്ല. അത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് അറിയില്ല, അദ്ദേഹത്തിൻ്റെ വകുപ്പ് കൈകാര്യം ചെയ്ത വിദ്യാഭ്യാസ ഡയറക്ടർക്ക് അറിയില്ല, അദ്ദേഹം ആ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്ന AEOയ്ക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ധാരണയും ഇല്ലാത്ത ആൾക്കാരാണോ ഇതിനെക്കുറിച്ചൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എനിക്ക് മുമ്പ് സംസാരിച്ച SDPയുടെ പ്രതിനിധി, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യവും ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതെയാണ്. അദ്ദേഹം ചോദിക്കുന്നത് കളർ വ്യത്യാസമുള്ള വസ്ത്രമല്ലല്ലോ ആ കുട്ടി ധരിക്കുന്നത്, അതേ യൂണിഫോം തന്നെ അല്ലേ എന്നുള്ളതാണ്. യൂണിഫോം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആ ചോദ്യം ഉണ്ടാകുമായിരുന്നില്ല. ഒരേ തരത്തിലുള്ള വസ്ത്രം എന്നതാണ് യൂണിഫോമിന്റെ അർത്ഥം. ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും യൂണിഫോമാണ് ധരിക്കുന്നതെങ്കിൽ ഒരേ തരത്തിലുള്ള വസ്ത്രമായിരിക്കും. ഇനി അതിന് പുറമെ അദ്ദേഹം മറ്റേതെങ്കിലും തരത്തിലുള്ള അതിന് പുറമെ ഒരു തലപ്പാവോ വല്ലതും വെച്ചിട്ടിരിക്കുകയും ഞാനൊരു കാവ്യ ഷോളൊക്കെ പുതച്ച് ഇരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് യൂണിഫോം അല്ല. അതില്ലാതെ ആ സ്കൂൾ നിഷ്കർഷിക്കുന്ന വസ്ത്രം എന്താണോ അത് ധരിക്കുക എന്നുള്ളതിനാണ് യൂണിഫോം എന്ന് പറയുക. അതിനാണ് യൂണിഫോം പോളിസി ഉള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ഒന്ന് ധരിച്ചാൽ മതിയല്ലോ. നമ്മുടെ നാട്ടിൽ എത്രയോ സ്ഥാപനങ്ങളിൽ, തൊഴിലിടങ്ങളിൽ യൂണിഫോം ഉണ്ട്. അവിടെ ഈ പറയുന്നതിന് പുറത്തേക്കുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് കഴിയുമോ? ഇല്ല. അപ്പോൾ അത് ഭരണഘടനാപരമായിട്ട് തന്നെ ഇവിടെ കുട്ടിയുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണല്ലോ മന്ത്രിയും SDPയും എല്ലാവരും തന്നെ വാദിക്കുന്നത്. ഭരണഘടനാപരമായി തന്നെ ആർട്ടിക്കിൾ 30 അനുസരിച്ച് ഒരു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അവിടെ വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുന്നതിന് വേണ്ടി ഇത്തരം സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശമുണ്ട്. അതോടൊപ്പം അതിന് ബാധകമായിട്ടുള്ള റൂൾസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിന് അവർക്ക് അവകാശമുണ്ട്. അതിന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓട്ടോണമി എന്നുള്ള ഒരു പരിഗണന നൽകിക്കൊണ്ട് അതിന് പരിരക്ഷ കൂടി സുപ്രീം കോടതി അടക്കം കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഓരോ സ്കൂളിലും അവർക്ക് വ്യത്യസ്തമായ യൂണിഫോം പോളിസി രൂപീകരിക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ അമൃതയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകും, വ്യാസ വിദ്യാപീഠം ഉണ്ടാകും, സെയിന്റ് ജോസഫ്സ് ഉണ്ടാകും, ഈ സെയിന്റ് റീറ്റാസ് ഉണ്ടാകും. ഇവിടെയൊക്കെ തന്നെ ഓരോ തരത്തിലുള്ള യൂണിഫോം വരുന്നത് അതുകൊണ്ടാണ്. കോമൺ ആയിട്ടുള്ള ഒരു പോളിസി അല്ല, അവരവർക്ക് അത് രൂപീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരത് ചെയ്യുക. അപ്പോൾ അന്നേരം കളർ വ്യത്യാസം ഇല്ലല്ലോ, അതിന് പുറത്ത് ഞങ്ങളൊരു തലപ്പാവ് അല്ലെങ്കിൽ ഒരു ശിരോവസ്ത്രം മാത്രമേ ധരിച്ചുള്ളല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ യൂണിഫോം അല്ലാതെയായി മാറുന്നു എന്നുള്ളതാണ് പ്രധാനം. അദ്ദേഹം പറഞ്ഞു കുരിശുമാല ധരിക്കുന്നത്, മാല ഉള്ളിലാണ് ധരിക്കുന്നത്. അരയിൽ ഏലസ് കെട്ടുന്ന ആൾക്കാരുണ്ടായിരിക്കും, അത് ഉള്ളിലാണ്. ഇപ്പോൾ നമ്മുടെ ഈ സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമായിട്ട് ഏത് കളറിലുള്ള അടിവസ്ത്രം ധരിക്കണമെന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ, കാരണം അത് ഉള്ളിലുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ധരിക്കാം. പുറമേ നിങ്ങളെ കാണുമ്പോൾ ഏത് തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് എന്നതാണ് യൂണിഫോം പോളിസി. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്കൂളിൽ നിങ്ങൾ
പുറത്തേക്ക് കുരിശുമാല ഇടരുത് എന്ന് വേണമെങ്കിൽ പറയാം, കയ്യിൽ ചരട് കെട്ടരുത് എന്ന് പറയാം, അദ്ദേഹം പറഞ്ഞ പോലെ നെറ്റിക്ക് കുറി വരയ്ക്കാൻ പാടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് അവരുടെ പ്രെറോഗേറ്റീവാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. അങ്ങനെ പറഞ്ഞിട്ടില്ല, അതിന് നിയന്ത്രണമില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ഭരണഘടനാപരമായിട്ടുള്ള കാര്യം. രണ്ട്, നിയമപരമായിട്ടുള്ള കാര്യം. എന്താണ് SDPIക്കും മന്ത്രി ശിവൻകുട്ടിക്കും ഒരേപോലെ തന്നെ നിയമത്തിലുള്ള അജ്ഞത ഉണ്ടാകുന്നത്? മന്ത്രി തന്നെ പറയുന്നത്, ഇന്ന് അദ്ദേഹം സംസാരിക്കുന്ന സമയത്തും പറഞ്ഞത് ഭരണഘടനയും നിയമങ്ങളും ഒക്കെ നമ്മൾ അനുസരിക്കണമെന്നാണ്. നിയമം എന്താണ്? ഇപ്പോൾ രഞ്ജിത്ത് പറഞ്ഞ 2018 കേസ്, ആ കേസിൽ വളരെ കൃത്യമായിട്ട് ഫാത്തിമ തസ്നീമ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള കേസ്, ആ കേസിൽ വളരെ കൃത്യമായിട്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അതും ഹൈക്കോടതിയുടെ ജഡ്ജ് മുഹമ്മദ് മുഷ്താഖാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു കുട്ടി ഹിജാബ് ധരിക്കണം എന്ന് പറയുകയും അത് മതപരമായിട്ട് എനിക്ക് ചെയ്യേണ്ടുന്ന കാര്യമാണ് എന്നും പറഞ്ഞാൽ അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ആ കുട്ടിക്കുണ്ട്. ഇല്ല എന്ന് കോടതി പറയുന്നില്ല. പക്ഷേ അതൊരു പ്രൈവറ്റ് എഡ്യൂക്കേഷൻ സെന്ററിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ യൂണിഫോം എന്താണെന്ന് നിഷ്കർഷിക്കുന്നതിനും അത് എൻഫോഴ്സ് ചെയ്യുന്നതിനുമുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശം നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ 30 പ്രകാരം ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിനുമുണ്ട്. ഇങ്ങനെ രണ്ടു പേരുടെ മൗലിക അവകാശങ്ങൾ തമ്മിൽ ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ കോടതി പരിഗണിക്കേണ്ടത് ഇതിൽ ഏതിനാണ് കൂടുതൽ പ്രയോറിറ്റി നൽകേണ്ടത് എന്നുള്ളതാണ്. ലാർജർ കളക്റ്റീവ് ഇൻട്രസ്റ്റ് ഏതിലാണോ അതിനോടൊപ്പമാണ് കോടതി നിൽക്കുക എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ടോ ഏതാനും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടോ ഒരു സ്കൂളിന് മൊത്തത്തിൽ ബാധകമായിട്ടുള്ള ഒരു യൂണിഫോം പോളിസി ഓൾട്ടർ ചെയ്യേണ്ടുന്ന കാര്യമില്ല. അതുകൊണ്ട് കോടതി വളരെ വ്യക്തമായിട്ട് ആ വിധിയുടെ അവസാന പാരഗ്രാഫിൽ പറയുന്നത്, നിങ്ങളുടെ ഈ യൂണിഫോം പോളിസി പരിഷ്കരിച്ച് അതിൽ ഹിജാബിനെ ഉൾപ്പെടുത്തുന്ന കാര്യം കൂടി നിങ്ങൾക്ക് പരിഗണിച്ചുകൂടെ എന്ന് ആ സ്കൂളിനോട് പറയാൻ പോലും കോടതിക്ക് അധികാരമില്ല എന്നാണ്. എന്ന് വെച്ചാൽ അത് അവരുടെ അബ്സല്യൂട്ട് റൈറ്റ് ആണ്. ഈ മതപരമായിട്ടുള്ള, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മതപരമായിട്ടുള്ള, വിശ്വാസപരമായിട്ടുള്ള, മതവസ്ത്രം ധരിക്കാനുള്ള അവകാശം എന്നൊക്കെ പറയുന്നത് മൗലിക അവകാശമാണെങ്കിലും അത് അബ്സല്യൂട്ട് അല്ല എന്ന് ഭരണഘടന തന്നെ പറയുന്നുണ്ട്. അത് റിലേറ്റീവാണ്. അത് റിലേറ്റീവ് റൈറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളിന്റെ റൈറ്റുമായി തട്ടിച്ചു നോക്കുന്ന സമയത്ത് നമ്മുടെ റൈറ്റിൽ എത്ര വെയിറ്റ് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രൈവറ്റ് എഡ്യൂക്കേഷണൽ സംവിധാനത്തിനെ സംബന്ധിച്ചിടത്തോളം ആർട്ടിക്കിൾ 30 അനുസരിച്ച് അവർക്ക് ഈ റൂൾസ് ഫോർമുലേറ്റ് ചെയ്യാനുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ് നിങ്ങൾ അവിടേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ അവകാശത്തിനേക്കാൾ മുകളിലുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് വസ്ത്രം വേണമെങ്കിലും ധരിക്കരുതോ? ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് ശ്രീ രഞ്ജിത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം പറയുന്നതനുസരിച്ച് മതപരമായിട്ടുള്ള ഒരു വസ്ത്രം ധരിക്കണമെങ്കിൽ ഒരു പെൺകുട്ടിക്ക്, മുസ്ലിം വിഭാഗത്തിലുള്ള കുട്ടിക്ക് അതാകാം എന്നാണ് പറയുന്നതെങ്കിൽ ഇത് മുസ്ലിം വിഭാഗത്തിന് മാത്രമല്ലല്ലോ ആ സ്വാതന്ത്ര്യം കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ നാളെ അതേ സ്കൂളിൽ പഠിക്കുന്ന ഒരു ഹിന്ദു വിദ്യാർത്ഥി ഒരു കാവി ഷോളും പൊതുവെച്ചുകൊണ്ട് അപകടമാണ്. ശ്രീ അൻസാരി, താങ്കൾക്ക് നമ്മുടെ രാജ്യത്തുള്ള കോടതി സംവിധാനങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ്, അങ്ങനെ തന്നെയാണ്. അതിന് കൃത്യമായി തന്നെ ശ്രീത്ത് അതിൻ്റെ നിയമവശങ്ങൾ കൂടി പറഞ്ഞു വെച്ചു, കോടതി എന്താണ് പറഞ്ഞത് എന്നുള്ളത്. ഇവിടെ മന്ത്രിക്കും നിങ്ങൾക്ക് മനസ്സിലാവാത്ത, മന്ത്രി ആദ്യം പറയുന്നത് ആലോചിച്ച് നോക്കൂ, വിദ്യാർത്ഥിനിക്ക് മതവിശ്വാസത്തിൻ്റെ ഭാഗമായി ശിരോവസ്ത്രം ധരിച്ച്, ഇന്നലത്തെ പത്രക്കുറിപ്പാണേ, സ്കൂൾ തുടർപഠനം നടത്താൻ സ്കൂൾ അനുമതി നൽകണമെന്നാണ്. എത്ര വിഡ്ഢിതരമാണ്! ഇതൊക്കെ കേട്ട് അതിൻ്റെ പുറകെ പോയി എടുത്തടിക്കുകയാണ്. രാവിലെ നേരെ തിരിച്ചും പറയുന്നു. ശ്രീ അൻസാരി, സംഭവം ഇപ്പം ശ്രീജിത്ത് പണിക്കർ, അദ്ദേഹം ഒരു സംഘപരിവാർ പിന്നെ ആശയമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോഴേ വിദ്യാഭ്യാസ മന്ത്രിക്ക് വിവരമില്ല, ഉദ്യോഗസ്ഥർക്ക് വിവരമില്ല, വിദ്യാഭ്യാസ ഡയറക്ടർക്ക് വിവരമില്ല, പിന്നെ ആർക്കാ ഇതിനകത്ത് വിവരമുള്ള? ശ്രീജിത്ത് പണിക്കർക്കാണ് വിവരമുള്ള. അല്ല, അദ്ദേഹം പറയുന്നത് കുറെ കോടതിയുടെ വിധി ഞാൻ പറയാം. പിന്നെ 2000 കോടതിക്കെന്നാണ് വിവരം പറഞ്ഞത് ആദ്യം. അല്ല, ശ്രീജിത്ത് ആദ്യം പറഞ്ഞത്, ശ്രീജിത്ത് പറഞ്ഞത് ആദ്യം ഇവർക്കൊന്നും വിവരമില്ലെന്നാ പറഞ്ഞത്. അല്ല, ശ്രീജിത്തിനെ പിടിച്ച് വിദ്യാഭ്യാസ ഞാൻ പറയുന്നത് ശ്രീജിത്ത് എന്റെ സമയം ശ്രീജിത്തിന്റെ സമയത്ത് ഞാൻ മിണ്ടിയില്ല. ശ്രീജിത്ത് ഉണ്ടായിരിക്കണം. രാവിലെ മന്ത്രി തിരുത്തി മന്ത്രി തിരുത്തിയ ഞാൻ വേറെ ചോദിച്ചോട്ടെ, സ്കൂൾ തീരുമാനിക്കാന്ന് പറയുകയാണ്. ഇന്നലെ പറ്റില്ല എന്ന് പറഞ്ഞ മന്ത്രി ഇല്ല, തിരുത്തിയിട്ടില്ല. ആ വാർത്താ സമ്മേളനം ഫുൾ അല്ല നമ്മുടെ ഉണ്ടെന്നേ, ആ വാർത്താ സമ്മേളനം ഫുള്ള് കണ്ട മന്ത്രി തിരുത്തായിരിക്കും. ഞാൻ ഇപ്പൊ മന്ത്രിനായിരിക്കാനൊന്നും വന്നതല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഭരണഘടനയിൽ സത്യം ചെയ്ത് ഒരു മന്ത്രി അധികാരത്തിലേർക്കുമ്പോൾ അദ്ദേഹത്തിന് മറിച്ച് എന്ത് തീരുമാനമാണ് എടുക്കാൻ പറ്റുക? അദ്ദേഹം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ മൗലികാവകാശം വെച്ചിട്ട് പഠിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, ഒരു 8 വയസ്സ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പുറത്തു നിർത്തുമ്പോൾ, അഹങ്കാരി എന്ന് പറയുമ്പോൾ, മാറ്റി നിർത്തപ്പെടുമ്പോൾ റിപ്പോർട്ടില് പറഞ്ഞിരിക്കുന്ന ഈ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയെന്നാണ്. അതുകൂടി താങ്കൾ മനസ്സിലാക്കണം. അതൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്നാണ് മന്ത്രിയെ അതെ ബോധ്യപ്പെടുത്തിയത്. അതുകൂടി താങ്കൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ഇപ്പോഴും ഇന്നും ഈ നിമിഷം വരെയും ആ കുട്ടി ആ സ്കൂളിലെ സ്റ്റുഡന്റ് ആണ്. അത് മനസ്സിലാക്കണം.
ഇതൊക്കെയാണ് തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പുറത്ത് പ്രചരിക്കുന്നത് എന്നതുകൂടി ഇതൊക്കെയാണ് താങ്കളെ പോലുള്ളവർ മനസ്സിലാക്കിയത്. ഇല്ലില്ല ഞാൻ മനസ്സിലാക്കിയത് വളരെ കൃത്യമാണ്. ആ കുട്ടിയെ പുറത്താക്കിയില്ല എന്ന് പറയുമ്പോൾ പോലും നിങ്ങളുടെ സ്കൂളിൽ നിനക്ക് എവിടെയും അഡ്മിഷൻ കിട്ടാത്ത നിലയിൽ ഞങ്ങൾ TC ഇവിടെ തരും എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം ഭീഷണികളൊക്കെ നിലനിൽക്കുന്ന ഒരു സ്കൂളില് നമ്മളിപ്പം നമ്മുടെ PTA പ്രസിഡന്റ് അദ്ദേഹം രക്ഷകർത്താക്കളുടെ പ്രതിനിധിയാണ്, അദ്ദേഹം നമ്മോടൊപ്പം തത്സമയമുണ്ട്. ഒന്ന് കേൾക്കണം അദ്ദേഹത്തിന്റെ വേർഷൻ. എന്താണ് സാർ, എന്താണ് ഇങ്ങനെ അത്തരം ചില തീരുമാനങ്ങൾ ഉണ്ടായോ, അല്ലെങ്കിൽ അത്തരം ചില നടപടികൾ ആ കുട്ടിക്കെതിരെ സംഭവിച്ചോ അവിടെ? ഒരു വിഷയം ഉണ്ടാകുമ്പോ ആരും പറയുന്ന ഒരു കാര്യമാണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അതായിട്ട് കണ്ടാൽ മതി. ഒരിക്കലും ഈ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഈ സ്കൂളിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് പോലും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അത് ഈ പറയുന്ന സ്കൂളിനെ തകർക്കുന്നതിന്റെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ ചർച്ചയിൽ വന്നിരുന്ന ഇങ്ങനെ ഇല്ലാവചനങ്ങൾ വിളിച്ചു പറയുന്നത്. ഞാൻ അതിന്റെ തെളിവ് കാണിക്കണോ? PTA പ്രസിഡന്റ് അതിന് തെളിവ് കാണിക്കണോ? നിങ്ങൾ അവിടുത്തെ ഈ തെളിവ് വേണോ? തെളിവ് ഞാൻ കാണിക്കാം. ഞാനോ ഒരു മിനിറ്റ് തെളിവ് കാണിക്കുമ്പോ ആരെങ്കിലും എവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞ് ബൈറ്റും കൊണ്ടുവന്ന് തെളിവ് കാണിക്കരുത്. ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്. നിങ്ങൾ എന്തായാലും വഴിയിൽ നിന്ന് ആരെങ്കിലും പറയുമ്പോൾ അതെല്ലാം ഈ പറയുന്ന മാനേജ്മെന്റ് സ്കൂൾ ഏറ്റെടുക്കണമെന്നാണോ? മാനേജർ പറഞ്ഞിട്ടുണ്ടോ? പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുണ്ടോ? വൈസ് പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുണ്ടോ? PTA ഭാരവാഹികൾ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയുന്നത് അവിടെ നിങ്ങള് എവിടെയെങ്കിലും ആരെങ്കിലും നിന്നിട്ട് ഒരു ബൈറ്റ് കൊടുത്തിട്ട് അത് ഈ സ്കൂളിന്റെ ഭാഗമാക്കാൻ ഞാൻ നടക്കണ കാര്യമാണോ? അവര് ഇവിടെ നിന്നൊരു രക്ഷകർത്താവ് നമ്മുടെ അവിടെ നിന്ന് സാധാരണ വരുമ്പം അവരെ എങ്ങനെയാ കാണുന്നത്? ഇതുപോലെ വെളിയിൽ നിർത്തിയ ഇത് കാണുന്നുണ്ടോ? ഇത് വെളിയിൽ നിർത്തിയിട്ട് അവിടെ ഇപ്പൊ PTA പ്രസിഡന്റ് ഇതിനകത്തുണ്ട്. പക്ഷേ ഇത് നോക്കിയോ, അതിനകത്ത് ഈ രക്ഷകർത്താവ് പിടിച്ചു തള്ളുക. അവര് ഫീസ് കൊടുത്ത് പഠിക്കുന്ന ഒരു സ്കൂളില് കുട്ടിയുടെ നോക്ക് കാണുന്നുണ്ടോ? നമുക്ക് ഇന്നലെ ലഭിച്ച ഒരു വീഡിയോ ദൃശ്യമാണ്. അവിടെ ചെറിയ അതെ അത് പുറത്ത് ഇതല്ല താങ്കൾ അയച്ചു തരും. പുറത്ത് നിർത്തി അയച്ചുതരാം ഇപ്പൊ തന്നെ അയച്ചുതരാം. ഞാൻ പറയട്ടെ, ഇത് പുറത്ത് നിർത്തിയിട്ട് ഒരു രക്ഷകർത്താവ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂൾ ഇദ്ദേഹം PTA പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത്. ആ സ്കൂളിന്റെ മാന്യത എന്താ? ഒരു അധ്യാപകർ വരുമ്പോൾ അല്ലെങ്കിൽ പിന്നെ രക്ഷകർത്താക്കൾ വരുമ്പം എവിടെ നിർത്തിയാ സംസാരിക്കണ്ടേ? ഓഫീസിൽ നിർത്തിയിട്ടാണോ സംസാരിക്കണ്ടേ? ഇവരെങ്ങനെ പിന്നെ വെയിലത്ത് നിന്ന് സംസാരിക്കേണ്ടി വരുന്നു? അല്ല, രക്ഷകർത്താക്കൾ മാത്രമാണോ ദൃശ്യങ്ങൾ? ഇതൊക്കെ ഒരു മര്യാദയുള്ള ഒരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ നാട്ടില്. ശ്രീ അൻസാരി, രക്ഷകർത്താക്കൾ മാത്രമാണോ ദൃശ്യങ്ങൾ? അത് രക്ഷകർത്താക്കളെ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം, അല്ലെ PTA പ്രസിഡന്റ് വരട്ടെ? അതാണ് പ്രശ്നം. ഒരു 10-15 പേര് വന്നിട്ട് വന്നിട്ട് സ്കൂളിന്റെ സമാധാനം ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ കൊച്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്ഥലമാണ്. പിന്നെ അവരെ താലം നൽകി സ്വീകരിച്ച് അകത്ത് ഇരുത്തി ലഡുവും കൊടുത്ത് വഴിയിൽ നിന്ന് സംസാരിക്കേണ്ട കാര്യമില്ല. ഓഫീസ് കൃത്യമായിട്ട് അറിയാമല്ലോ. ഓഫീസ് കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളല്ലേ ഈ വന്നിരിക്കുന്നത്. രക്ഷകർത്താവ് ഓഫീസിലേക്ക് വന്ന് ഫീസ് അടയ്ക്കുകയും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് രക്ഷകർത്താവിന് നല്ല ബോധ്യമുണ്ടല്ലോ. പിന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി എന്നൊക്കെ പറയുന്നത് റെപ്യൂട്ടഡ് സ്കൂളിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതല്ലേ? ഇതാണ് ശ്രീജിത്ത്. ഈ തരത്തിലാണ് ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി എന്തൊക്കെ ധരിപ്പിക്കുന്നു, മറ്റെന്തോ ധരിക്കുന്നു, കുട്ടിയെ പുറത്താക്കിയെന്ന് റിപ്പോർട്ട് കൊടുക്കുന്നു. ഇത് എന്തൊരു സിസ്റ്റമാണെന്നാണ് എന്നോടുള്ള ചോദ്യം. ഞാൻ അങ്ങ് പറഞ്ഞപ്പോ വഴങ്ങിയതാണ്. എന്റെ മകള് ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ സ്കൂളിന്റെ സിസ്റ്റം എന്താണോ അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകും. അതിനുശേഷം ആ സിസ്റ്റം തകർക്കാൻ ശ്രമിക്കും. ആ സിസ്റ്റത്തിൽ മുന്നോട്ട് പോയിട്ടും ആ കുട്ടി ആ തരത്തിൽ കൈകാര്യം ചെയ്യാൻ ഞാൻ ചോദ്യം ചെയ്യും. അത് സ്വാഭാവികമാണ്. രഞ്ജിത്ത്, ഇതിലൊരു പ്രശ്നം നമ്മുടെ ഈ ചർച്ചയിലുള്ള SDPയുടെ സുഹൃത്ത് ഉൾപ്പെടെയുള്ള പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് സ്കൂളിൽ പോകുന്നത് നിങ്ങളുടെ മതം പ്രദർശിപ്പിക്കാനാണ് എന്നാണ്. അല്ല, വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നത്. സ്കൂളിന്റെ ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് അവരൊരു ഡ്രസ് കോഡ് കൊണ്ടുവരും. ആ ഡ്രസ് കോഡിനെ അനുസരിക്കുക എന്നുള്ളതാണ്. അതായത് ബൈൻഡിങ്. ഒരു സെക്കൻഡ് അങ്ങ് പറഞ്ഞപ്പോ നിങ്ങളുടെ പാർട്ടി അങ്ങനെ പറഞ്ഞോ നല്ലല്ലോ ഞാൻ പറഞ്ഞത്. നിങ്ങളെയാ പറഞ്ഞത്, നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി നിങ്ങളുടെ പേരാ. SDPക്കാരെന്നല്ല പറഞ്ഞേ. ഈ ചർച്ചയിലുള്ള SDPI സുഹൃത്തെന്നാണ്. അങ്ങയുടെ അവസരത്തിൽ മറുപടി പറയാമല്ലോ. ഇപ്പൊ മിണ്ടാതിരിക്കൂ, ഞാൻ പറയട്ടെ. നോക്കൂ, ഞാൻ പറയുന്നത് സ്കൂളിൽ നിങ്ങൾ പോകുന്നത് വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ടാണ്.
ഇപ്പൊ പറയുന്നത് എന്താ? ആ കുട്ടി പുറത്ത് നിന്ന് വെയിലത്ത് നിൽക്കേണ്ടി വന്നു. എന്തിനാ കുട്ടി സ്കൂളിൽ പോയേ? ആ കുട്ടി സ്കൂളിൽ പോയത് വിദ്യാഭ്യാസം നേടാനാണെങ്കിൽ അവിടുത്തെ ഡ്രസ് കോഡ് കംപ്ലൈ ചെയ്യണം. എങ്കിൽ ആ ഹിജാബ് മാറ്റി വെച്ചിട്ട് ആ കുട്ടി മുമ്പ് എങ്ങനെയായിരുന്നോ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നത് അതേപോലെ ഇരിക്കണം. ആ സ്കൂളിന്റെ ചട്ടങ്ങളുണ്ട്, എല്ലാവർക്കും ബാധകമാണ്. അതിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? സ്റ്റുഡൻസ് നോട്ട് വെയറിംഗ് ദ പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം ആർ നോട്ട് അലൗഡ് ഇൻ ദ ക്ലാസ് റൂംസ് ഓർ ഇൻ ദ സ്കൂൾ പ്രിമിസസ് ഓൺ റെഗുലർ വർക്കിംഗ് ഡേയ്സ് എക്സെപ്റ്റ് ഓൺ ദെയർ ബർത്ത്ഡേസ്. ഈ ബർത്ത്ഡേക്ക് മാത്രമേ ഉള്ളൂ ഇവർക്ക് എക്സംഷൻ. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവർ യൂണിഫോം ധരിച്ചിട്ടില്ല എങ്കിൽ സ്കൂൾ പ്രിമൈസസിൽ അതിന്റെ കോമ്പൗണ്ടിലോ ക്ലാസ് മുറികളിലോ ഇരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നതെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കുക. നിങ്ങൾ മതം പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ മതവസ്ത്രം ധരിച്ചുകൊണ്ട് പോയി ക്ലാസ്സിന് വെളിയിൽ നിൽക്കുക. അതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നേ. അങ്ങനെ ഹെക്കിൾ ചെയ്യാൻ കഴിയില്ല. ഒരു മാനേജ്മെന്റിനുമുള്ള റൈറ്റിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഷൗട്ട് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സാധനവും നേടാനായിട്ട് കഴിയില്ല. അത് ഈ നാട്ടിലെ ലോ ഓഫ് ദ ലാൻഡ് ആണ്. SDPIക്ക് അറിയാമല്ലോ ഈ നാട്ടിൽ ഹൈക്കോടതി വിധി ഉണ്ടെന്ന്. നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടാണോ? ആ ഹൈക്കോടതി വിധി 7 വർഷമായിട്ട് ഫൈനാലിറ്റി അച്ചീവ് ചെയ്തിട്ട് നിലനിൽക്കുന്നതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനെ ആരും ചലഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നിട്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്? ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഭരണഘടന, നിങ്ങൾ ഈ പറഞ്ഞ ഭരണഘടനയിൽ 25, 26 മതസ്വാതന്ത്ര്യം കൊണ്ട് ഈ ഭരണഘടന അങ്ങ് തീർന്നു പോയോ? ഭരണഘടനയുടെ പേജ് 26ാമത്തെ ആർട്ടിക്കിൾ കഴിഞ്ഞപ്പോൾ തീർന്നു പോയോ? അത് കഴിഞ്ഞിട്ട് 30ാമത്തെ ആർട്ടിക്കിൾ ഉണ്ട്. ആ 30ാമത്തെ ആർട്ടിക്കിളിലാണ് ഈ കാര്യം തീരുമാനിക്കാനായിട്ട് ഒരു മൈനോറിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ എംപവർ ചെയ്തിരിക്കുന്നത്. എത്രയോ വിധികൾ കർണാടകയിലുൾപ്പെടെ, കേരളത്തിൽ ഉൾപ്പെടെ, ആന്ധ്രയിൽ ഉൾപ്പെടെ എത്രയോ വിധികളിൽ ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു യൂണിഫോമുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ഇവർക്ക് തീരുമാനിക്കാം. ഇനി യൂണിഫോം ഇടാത്തതിന്റെ പേരിൽ ഒരു കുട്ടി വെയിലത്ത് നിന്നു എന്ന് തന്നെ കരുതിക്കോ. താങ്കളുടെ വാദത്തിനെ അത് ശരിയാണോ തെറ്റാണോ എന്ന് വെരിഫൈ ചെയ്യാതെ മുഖവിലേക്ക് എടുക്കുകയാണ്. യൂണിഫോം ഇടാനായിട്ട് നിർബന്ധിക്കുന്നതുകൊണ്ട് അത് വയലേറ്റ് ചെയ്തിട്ടാണല്ലോ അവിടെ പോയി നിൽക്കേണ്ടി വരുന്നത്. യൂണിഫോം ഇടുക എന്ന് പറയുന്നത് ഹറാസ്മെന്റ് അല്ല, കോടതിയുടെ വിധിയാണ്. 2022 കേരള ഹൈക്കോടതിയുടെ വിധിയാണ്. യൂണിഫോം ധരിക്കണമെന്ന് പറഞ്ഞിട്ട് അത് പറ്റില്ല, അത് എനിക്ക് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിലനിൽക്കില്ല എന്ന് 2022 സിന്ധു ശിവദാസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ പറയുന്നതാണ് കോടതിയുടെ വിധി. SDPIക്ക് കോടതിയെ ബഹുമാനമുണ്ടോ? യൂണിഫോം നിർബന്ധമാക്കുന്നത് ക്രൂരകൃത്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ എന്താ നിങ്ങൾ പറയുന്നത്? ആശാ രഞ്ജൻ വേഴ്സസ് ബീഹാർ കേസ് ഇവിടെ അല്ല, ബീഹാറിലെ ഹൈക്കോടതിയാണ്, അവർ പാട്നയിൽ. അപ്പൊ അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്. 2 എൻറ്റിറ്റികൾ തമ്മിൽ, ഒരു വ്യക്തിയും ഒരു സ്ഥാപനവും, ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളെ കുറിച്ച് തർക്കമുണ്ടായാൽ ലാർജർ റൈറ്റ്സ് റിമെയിൻ. പിന്നെ ഡോമിനന്റ് ഇൻട്രസ്റ്റ് ഉണ്ട്, സബ്സർവിയന്റ് ഇൻട്രസ്റ്റ് ഉണ്ട്. കുട്ടിയുടെ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സബ്സർവിയന്റ് ആണ്, താഴെയേ വരൂ. ഹൈക്കോടതി വിധിയെ നിങ്ങൾക്ക് ബഹുമാനമുണ്ടോ? SDPIക്ക് ബഹുമാനമുണ്ടോ എന്ന് ഇപ്പൊ ചോദിക്കുന്നത് ജനറക്കായിട്ട് SDPI. അൻസാരി അതിനകത്ത് താങ്കളിലേക്ക് വരാം. അൻസാരി ആ സമയമുണ്ട്, തീർച്ചയായും വരാം, താങ്കളിലേക്ക് വരാം. ഈ അൻസാരി ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം നമുക്കറിയാം. ഇന്നലെ കോൺഗ്രസിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. ഹൈബിയുടെതൊക്കെ പോയി ചർച്ച ചെയ്തിട്ട് പരിഹരിച്ചു എന്ന തരത്തിൽ കാര്യങ്ങൾ വന്നു. പിന്നീട് ഇതാ മന്ത്രി വന്ന് ഈ വിഷയം കുറച്ചുകൂടി വഷളാക്കുന്നു. പിന്നീട് ഇപ്പോൾ കാസയെ ഉപയോഗപ്പെടുത്തി ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷം ഉണ്ടാക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നു. അത്തരം ശ്രമങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ ഉയർന്നു വരുന്നതിന് പിന്നിലെന്നാണ്. ഇത് ആദ്യം കണ്ടത് മുനമ്പത്താണ്. ഇതാ ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അത്തരം ശ്രമങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് BJPക്കെതിരെ, സംഘപരിവാർ സംഘടനകൾക്കെതിരെയുള്ള ആരോപണം. ശ്രീ രഞ്ജിത്ത്, ഇവിടെ ഈ വിഷയമുണ്ടായത് ഒരു വ്യാഴാഴ്ചയാണ്, കഴിഞ്ഞ വ്യാഴാഴ്ച. ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞിട്ടാണ് BJPയുടെ പ്രതിനിധി ആ മാനേജ്മെൻറ്റിൻ്റെ ആവശ്യപ്രകാരം അവരെ കാണാൻ അവിടെ ചെന്നിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതും. ഈ 4 ദിവസം ഇവിടെ ഒരു കോൺഗ്രസ്സുകാരനും ഒരു ഹൈബി ഈഡനും ഒരു വിദ്യാഭ്യാസ മന്ത്രിയും ആരും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. ഇതിനോടകം തന്നെ അവിടുത്തെ സ്ഥിതികൾ വളരെ ഗുരുതരമായി മുന്നോട്ട് പോയിരുന്നു, നമ്മൾ കണ്ടതാണ്. SDPI ഭീഷണിയുമായിട്ട് വരുന്നു. വളരെ ഈ കുട്ടികളുടെ മാതാപിതാക്കളുടെ കൂടെ ചർച്ചയ്ക്ക് വന്നത് SDPI ആണ്. അവരുടെ ഭാഗത്തു നിന്ന് ഭീഷണി ഉണ്ടായിട്ടുള്ള സാഹചര്യം വരുന്നു. പോലീസ് പ്രൊട്ടക്ഷൻ പോലും സ്വീകരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ആ സ്കൂളിന് മാറേണ്ടി വന്നു. നമ്മൾ ആലോചിക്കുക, ഇത് നമ്മുടെ മൂക്കിന് താഴെ നടക്കുന്ന കാര്യമാണ്. അവിടെ 4 ദിവസത്തിന് ശേഷമാണ് BJPയുടെ പ്രതിനിധി എത്തുന്നത്, കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ഈ വിഷയം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇവിടെ നമ്മൾ കണ്ടു, വിദ്യാഭ്യാസ മന്ത്രിയുടെ മലക്കം മറിച്ചിൽ നമ്മൾ കണ്ടു, ആവർത്തിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ആദ്യം SDPIയെയും അതുപോലെ ഇവരുടെ, അതൊറ്റ കാര്യമേ ഉള്ളൂ, വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയാം. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവരുടെ വോട്ട് ബാങ്ക് ആവശ്യമുള്ളത് കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി മലക്കം മറിഞ്ഞതാണത്. അദ്ദേഹത്തിന് ഞാൻ വിചാരിക്കുന്നില്ല കോടതി വിധി എന്താണ്, ഇതുവരെ ഉണ്ടായിട്ടുള്ള കോടതി വിധികൾ എന്താണെന്ന് അറിയില്ല എന്നും
ഇദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല എന്നും പറയുന്നതിനോട് ഞാൻ അശേഷം യോജിക്കുന്നില്ല. വളരെ ക്ലിയർ ആയിട്ട് SDPI പോലെയുള്ള ഒരു മതവിഭാഗത്തിന്റെ വോട്ട് ബാങ്കിൽ കണ്ണുവെച്ചുകൊണ്ടാണ് ശ്രീ ശിവൻകുട്ടി ആദ്യം ഒരു തീരുമാനം പറയുകയും ഇപ്പം മലക്കം പറയുകയും ചെയ്തിരിക്കുന്നത്. ശ്രീ ഹൈബി ഈഡൻ ഇവിടുത്തെ MP ആണ്. അദ്ദേഹം എപ്പോഴാണ് അവിടെ എത്തത്? ഈ നേതാക്കന്മാരെല്ലാം നമ്മൾ കണ്ടതാണ്. ജാർഖണ്ഡിൽ എന്തോ വിഷയമുണ്ടായെന്ന് പറഞ്ഞ് ചാർട്ട് ചെയ്ത ഫ്ലൈറ്റിൽ കയറി അവിടെ എത്തിയ നേതാക്കന്മാരാണ് ഇവരെല്ലാം. കോൺഗ്രസിന്റെ നേതാക്കന്മാരും CPMന്റെ നേതാക്കന്മാരും ഒക്കെ ജാർഖണ്ഡിലെത്തി സമവായ ചർച്ചയ്ക്കും അതിനും ഇതിനും വേണ്ടി. പക്ഷേ നമ്മുടെ മൂക്കിന് താഴെ നടന്ന ഈ സംഭവം അവിടെ ഇവർ ഒരു സഹായത്തിന് അപേക്ഷിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ MP എവിടെ പോയിരുന്നു? ഇവിടുത്തെ MP ഇവരുടെയൊക്കെ വോട്ട് വാങ്ങിയല്ലേ ജയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ പ്രശ്നത്തിൽ കൃത്യമായ ഒരു നിലപാടെടുക്കാൻ ബാധ്യസ്ഥനല്ലേ? അദ്ദേഹം ആർക്ക് സപ്പോർട്ടുമായിട്ടാണ് പോയത്? SDPIക്ക്. SDPIയുടെ കാര്യം പറയുമ്പോൾ ഇവിടെ ഇരുന്ന് ശ്രീ അൻസാരി സംസാരിക്കുന്നുണ്ടല്ലോ. കർണാടകയിലും മംഗലാപുരത്തുമൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല. നിങ്ങൾ എങ്ങനെ ഈ രാജ്യത്ത് ഒരു മതാചാരത്തിന്റെ പേരിൽ, ഒരു വസ്ത്രധാരണത്തിന്റെ പേരിൽ ഈ രാജ്യത്തെ ഭരണത്തെ പോലും, നിലവിലുള്ള ഭരണത്തെ പോലും അട്ടിമറിക്കാമെന്ന് ചിന്തിച്ചവരാണ്. അതിന്റെ പിറകിൽ അന്ന് അവിടെ PFI ആയിരുന്നുവെങ്കിൽ അതിന്റെ മാറിയ ഒരു വേർഷനാണ് SDPI എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. നിങ്ങൾ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സംഘടനയാണെന്ന് പറയുമ്പോഴും നിങ്ങൾ ഇവിടെ കാണിക്കുന്നത് തങ്ങൾ കോളനിയുടെ ആധിപത്യം ആർക്കാണ്? പള്ളുരുത്തിയിലുള്ള തങ്ങൾ കോളനിയിൽ നിന്നും ഈ പ്രശ്നത്തിൽ ഇടപെടാനുള്ള ഒരു വലിയ ആശയവും അതുപോലെ തന്നെ ഒരു സപ്പോർട്ടും ഉണ്ടായത് എങ്ങനെയാണ്? നിങ്ങൾ ഉത്തരം പറയണം. ഈ വിഷയം അത് ആ സ്കൂൾ മാനേജ്മെന്റുമായി സംസാരിച്ച് ആ സ്കൂളിൽ പരിഹരിച്ച് ഒരു ദിവസം പോലും ആ സ്കൂൾ മുടക്കാതെ അവിടെ പഠനം തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടിയിരുന്ന, നിങ്ങൾ പറയുന്നു നിങ്ങൾ ജനാധിപത്യവാദികളാണെന്ന്, അങ്ങനെ ആയിരുന്ന SDPI ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്കത് അവിടെ പരിഹരിക്കാമായിരുന്നു. പക്ഷെ നിങ്ങൾ ഇത് പുറത്തേക്ക് കൊണ്ടുവന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ചില ഹിഡൻ അജണ്ടയുണ്ട്. അത് ഈ സർക്കാരിനെ കൊണ്ട് നടപ്പാക്കണം. കർണാടകയിലും ബീഹാറിലും മറ്റു പല സ്ഥലങ്ങളിലും നടക്കാതെ പോയ നിങ്ങളുടെ മതത്തിന്റെ, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഹിഡൻ അജണ്ട അത് ഈ കേരളത്തിൽ നടപ്പാക്കാനുള്ള നിങ്ങളുടെ തീവ്ര ശ്രമത്തിന്റെ ഭാഗമാണ് ഈ ഓരോ വിഷയങ്ങളും ഉണ്ടാവുന്നത്. അവിടെ ഞങ്ങളെത്തി, ഞങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ എത്തി. ഒരു സംഘപരിവാറുകാരനും ഒരു RSSകാരനും ആ സ്കൂളിലേക്ക് അതിനു മുമ്പ് പോയിട്ടില്ല. ആരും അവിടെ എത്തിയിട്ടില്ല. BJP ആണ് 4 ദിവസത്തിന് ശേഷം അവിടെ എത്തിയത്, ഈ വിഷയം പുറത്തു കൊണ്ടുവന്നത്. ഇതുപോലെ തന്നെയാണ് മുനമ്പം വിഷയത്തില് ശ്രീ ഹൈബി ഈഡൻ പാർലമെന്റിൽ പോയി അവിടെ ദുരിതം അനുഭവിക്കുന്ന വിഭാഗത്തിനെതിരെ അവിടെ പ്രസംഗം നടത്തിയ ആളാണ് പാർലമെന്റിൽ. നമ്മൾ മറന്നിട്ടില്ല. ഈ ന്യൂനപക്ഷത്തിന്റെ വോട്ട് വാങ്ങി ജയിച്ച ഹൈബി ഈഡൻ മുനമ്പത്തെ സമരത്തിനെതിരെ പാർലമെന്റിൽ പോയി പ്രസംഗിച്ച ആളാണ്. ആ ഹൈബി ഈഡൻ SDPIക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പള്ളുരുത്തിയിൽ എത്തിയെന്ന് പറയുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. ശ്രീ ശിവൻകുട്ടിയും അതാണ് പ്രവർത്തിച്ചത്. ഇവർക്ക് വോട്ട് ബാങ്ക് ആണ് ആവശ്യം. ഇവർക്കിവിടെ ഈ പ്രശ്നങ്ങളെയെല്ലാം ഇവർ ലഘൂകരിക്കുകയാണ്. ഇതൊരു വലിയ, അന്ന് കേരളം എങ്ങനെയാണ് മത തീവ്രവാദത്തിന്റെ ഒരു ഹബ്ബായി മാറിയത്? എത്രയോ PFIയുടെ കേന്ദ്രങ്ങളാണ് ഇവിടെ പൂട്ടിയത്. എത്രയോ പേരെയാണ് അറസ്റ്റ് ചെയ്തത്. കേരളം ഏറ്റവും സുന്ദരമായും സുഗമമായും മതഭീകരവാദം നടത്താൻ പറ്റുന്ന സ്ഥലമാണെന്ന് തിരിച്ചറിഞ്ഞ SDPIയുടെ അനിയനെന്നോ ചേട്ടനെന്നോ ഒക്കെ വിളിക്കാൻ പറ്റുന്ന സംഘടനകൾ, അവർ ഇവിടെ ഈ വിഷയത്തെയും ഊതി കത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വളരെ വലിയ ഒരു അജണ്ടയുണ്ട്. തീർച്ചയായും ശ്രീ ജോഷി കൈതവളപ്പിൽ, ഇവിടെ ഈ 2 ദിവസം നിങ്ങൾ സ്കൂൾ അടച്ചിടേണ്ടി വന്നു. ഇന്നലെ മുതൽ വിദ്യാഭ്യാസം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞതുപോലെയുള്ള ഭീഷണി നിങ്ങൾക്കുണ്ടായ പശ്ചാത്തലത്തിലാണല്ലോ കുട്ടികളുടെ വിലപ്പെട്ട 2 അധ്യയന ദിവസങ്ങൾ മുടങ്ങിയത്. തീർച്ചയായിട്ടും അത് വ്യക്തമാണല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഭീഷണിയുടെ പശ്ചാത്തലത്തില് കുട്ടികളെ സമാധാന അന്തരീക്ഷത്തിൽ പഠിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യത്തില് അതുകൊണ്ടാണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ സമീപിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ പ്രഥമ നിശ്ചയത്തിന്റെ കാര്യം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായിട്ട് ഞങ്ങൾ ഉത്തരവ് തന്നിട്ടുള്ളത്. അപ്പൊ ഹൈക്കോടതി പോലും കൃത്യമായിട്ട് അപ്പൊ തന്നെ ഇടപെടുക എന്ന് പറയുന്നത് അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ്. അപ്പൊ നിയമങ്ങളെല്ലാം സംവിധാനങ്ങളും അനുകൂലമായിട്ടും ഈ ഭരണ സംവിധാനം എതിരാവുന്നതിന് മാതാപിതാക്കൾക്ക് ആശങ്കയുണ്ട്, രക്ഷിതാക്കൾക്ക് ആശങ്കയുണ്ട്. അതായത് ഈ മന്ത്രിയുടെ ഇന്നലത്തെ വാർത്താക്കുറിപ്പും അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനവും ഒക്കെയാണ് ആ ഒരു മാറ്റമായി താങ്കൾ കാണുന്നത്. തീർച്ചയായിട്ടും ഈ പാരന്റ് കൃത്യമായിട്ട് ചാനലുകളിലെല്ലാം കൃത്യമായിട്ട് ബൈറ്റ് കൊടുത്തതാണ്.
ആ. അവര് ഈ സ്കൂളിന്റെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ സ്കൂളിൽ പഠിച്ച അതേ രീതിയിൽ തന്നെ കുട്ടി പഠിച്ചോളാന്ന് ചാനലില് കൃത്യമായിട്ട് എത്ര ചാനൽ കാണിച്ചു എന്നറിയില്ല, മിക്കവാറും എല്ലാ ചാനലും അത് കൃത്യമായിട്ട് കാണിച്ചതാണ്. അപ്പൊ അത് ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നതാണോ, കണ്ടിട്ട് അത് ഈ പറയുന്ന പോലെ ഈ ഒരു വിഷയങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പോയതാണോ? ഞാൻ മനസ്സിലാക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളത് ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഒരു സ്കൂളിനെതിരെ നടപടി എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ സ്കൂളിൽ ഒരു തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്നത് സ്കൂളിന്റെ അധികൃതർക്ക് കൃത്യമായിട്ട് രേഖാമൂലം ഒരു കത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ നോട്ടീസ് അയക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇമെയിൽ ചെയ്യുകയോ അല്ല ഒരു ദൂതനെ വിട്ട് അറിയിക്കുകയോ ചെയ്യേണ്ടതിന് പകരം അദ്ദേഹം മെൽറ്റ എന്ന് പറയുന്ന ഈ പറയുന്ന കമ്പനിയുടെ ഫേസ്ബുക്കിലേക്കാണ് കൊടുക്കുന്നത്. അത് എന്ത് കീഴ്വഴക്കമാണ് വിദ്യാഭ്യാസ വകുപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള പ്രവർത്തിക്കുന്ന ഈ പറയുന്ന സ്കൂളിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക, അത്ര താഴേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ അൻസാരി, അതിനകത്ത് ഈ വളരെ കൃത്യമായി തന്നെ PTA പ്രസിഡന്റ് ശ്രീ ജോഷി കൈതവളപ്പിൽ പറയുന്നത് ഭീഷണി മൂലമാണ് 2 ദിവസം അധ്യയനം മുടങ്ങി. പിന്നീട് പോലീസിൻ്റെയും കോടതിയുടെയും മറ്റു പല സംഘടനകളുടെയൊക്കെ സപ്പോർട്ടോടുകൂടിയാണ് വിദ്യാഭ്യാസം പുനഃസ്ഥാപിച്ചത്. അതായത് ഈ പറഞ്ഞ ഒരു കുട്ടിയുടെ കാര്യം, കുട്ടി വളരെ 4 മാസമായി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ വളരെ പെട്ടെന്ന് ഈ തരത്തിലുള്ള രീതിയിലേക്ക് രക്ഷിതാവിനെ എത്തിക്കുന്നത്, ആ രക്ഷിതാവ് പിന്നീട് പിൻവാങ്ങുകയാണ്, താൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിന്നു കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ ഇത്തരമൊരു സംഭവത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന് ഇനിയെങ്കിലും ചിന്തിക്കേണ്ടി വരും ശ്രീ അൻസാരി. ശ്രീത, ഇതിനകത്ത് അക്രമം നടത്തി അതുകൊണ്ട് 2 ദിവസം പൂട്ടിയെന്നാണല്ലോ പറയുന്നത്. അതെ. അങ്ങനെ എന്നിട്ട് എത്ര പേരെ അറസ്റ്റ് ചെയ്തു? അവിടെ STPയുടെ പ്രവർത്തകരുള്ളപ്പോൾ പോലീസുകാർ വളഞ്ഞു അവിടെ മൊത്തം വലിയ സെക്യൂരിറ്റി ഉണ്ട്. ആ STP പ്രവർത്തകരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാത്ത? STP പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസ് പേടി എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ എത്രയോ അറസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും അവിടെ അക്രമം നടന്നിട്ടുണ്ടെങ്കിൽ പോലീസ് നിയമപരമായ നടപടി അങ്ങനെ ഒരു നടന്നിട്ടില്ല. ജോഷി, അല്ല ആദ്യം തന്നെ പറഞ്ഞോ അവിടെ ഭയങ്കര അക്രമം, അവിടെ ആദ്യം പരാതി കൊടുത്തിട്ടില്ല. ഒരാളെ പോലും ആക്രമിച്ചതായിട്ട് ഇവിടെ പരാതി കൊടുത്തിട്ടില്ല. ആക്രമിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു പരാതി ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ സ്കൂളിന്റെ സ്കൂൾ പ്രവർത്തന സമയത്ത് നമുക്ക് ഈ പറയുന്ന പേരന്റിന്റെ കൂടെ വരുന്ന സംസാരിക്കാൻ വന്നിരിക്കുന്ന STP പ്രവർത്തകർക്ക് അതിനെ കുറെ നേരത്തെ വന്നിട്ട് ഈ പറയുന്ന സ്കൂളിലേക്ക് ഈ സ്കൂൾ കുട്ടികൾ പഠിക്കാൻ പോകുന്ന സമയം തന്നെ തിരഞ്ഞെടുത്തതിന്റെ ദുരൂഹതയാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഞാൻ പറയാം മനസ്സിലായി. PTA പ്രസിഡന്റ് സംഭവം ഒരു കാര്യം, നിങ്ങൾക്ക് ആത്മാർത്ഥ കള്ളം പറയുന്നില്ലെങ്കിൽ, നിങ്ങൾ കള്ളം പറയില്ല എന്നുള്ളതൊന്നും എനിക്കറിയില്ല, നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം വന്നത് STPയുടെ പ്രവർത്തകരാണോ? അല്ല, ആ കുട്ടിയെ വെളിയിൽ നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് രക്ഷകർത്താക്കളാണല്ലോ ആദ്യം വന്നേ. അപ്പോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന്, അതായത് സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അവിടെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ നിങ്ങൾ ഞാൻ മിണ്ടിയില്ലല്ലോ. സംഭവം എന്ന് പറഞ്ഞാല് ഓക്കെ അതിനകത്ത് രക്ഷകർത്താവ് ഇവിടെ നിന്ന് സംസാരിക്കുന്നു. ഞാനതാ നേരത്തെ പറഞ്ഞേ, ആ രക്ഷകർത്താവിനെ ഓഫീസിൽ മുറിയിൽ നിർത്തി സംസാരിക്കാനുള്ള മാന്യത പോലും സ്കൂൾ അധികൃതർക്ക് ഉണ്ടായില്ല. അങ്ങനെ വെളിയിൽ വെയിലത്ത് നിർത്തി സംസാരിക്കുന്നു. ഒപ്പം കുറച്ച് ഗുണ്ടകളെ പോലുള്ളവരുണ്ട്. അപ്പം ഇദ്ദേഹം ഭയന്നിട്ടാണ് നമ്മുടെ പ്രവർത്തകരെ വിളിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ നാട്ടിലെ പ്രവർത്തകർ എന്നുള്ള നിലയിൽ, സാമൂഹ്യ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഫോണിൽ വിളിക്കുകയാണ്. അവിടെ വന്നു ഈ പറയുന്ന കാര്യങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് ചോദിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും അക്രമം നടന്നതായിട്ട്, ഏതെങ്കിലും ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടോ, ഏതെങ്കിലും അക്രമം നടന്നിട്ട് കല്ലേറ് നടന്നിട്ടുണ്ടോ പറ, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയാൽ എന്തെങ്കിലും തെളിവുണ്ടോ? എന്ത് ഭീഷണി ഇടപെടാതെ പറ്റില്ലല്ലോ. ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് വെയിൽ കൊള്ളേണ്ട ഒരു സാഹചര്യം കുട്ടികൾക്കുമില്ല, രക്ഷിതാക്കൾക്കുമില്ല. കൃത്യമായിട്ട് റൂഫ് ചെയ്തിട്ടുള്ള സ്കൂൾ കോമ്പൗണ്ടാണ്. ആ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് കടന്നു വരുന്നത് കുട്ടിയാണ് ആദ്യം. ശരിയാണ്, കുട്ടിയാണ് ആദ്യം കടന്നു വരുന്നത്. കുട്ടി കടന്നു വരുമ്പോൾ ഈ പറയുന്ന കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് കടന്നു വരുമ്പോൾ, കുട്ടിയെ സ്കൂളിനകത്തേക്ക് കടന്നു വരുമ്പോൾ
കാണുന്ന ടീച്ചർ കൃത്യമായിട്ട് ക്ലാസ് ടീച്ചർ കണ്ടു, അത് മാനേജ്മെന്റിനെ അറിയിച്ചു. മാനേജ്മെന്റ് ഉടനെ തന്നെ ഈ പറയുന്ന കുട്ടിയുടെ മാതാപിതാക്കളെ വിളിക്കുകയാണ്. മാതാപിതാക്കൾ കടന്നു വരുന്നത് ഒറ്റയ്ക്കല്ല. ഈ SDPIയുടെ തൃപ്പൂണിത്തുറ നിയോജകമണ്ഡല വൈസ് പ്രസിഡന്റ് കൂടിയാണ് കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിലൊരു പേപ്പറുണ്ട്. ഈ പേപ്പർ ഒപ്പിടിച്ച് മേടിക്കുന്നുള്ള രീതിയിലുള്ള ഭീഷണികളും സൗണ്ടുകളും ഒച്ചപ്പാടും ഒക്കെ അയക്കുന്ന pre-KG സ്കൂൾ കുട്ടികൾ കടന്നു വരികയാണ്. pre-KG 9 മുതൽ 9:30 മുതൽ ഈ 9:30 സമയങ്ങളിൽ ഈ കുട്ടികൾ കടന്നു വരികയാണ്. ഏത് pre-KG കുട്ടികൾ. അപ്പോഴേക്കും മറ്റേ കുട്ടികള് സാധാരണ റെഗുലർ ക്ലാസ്സിലുള്ള മറ്റേ pre-KG LKG മുതലുള്ള കുട്ടികളുടെ ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞു. അത് 8:45 ആരംഭിക്കുകയാണ് ക്ലാസ്. ഇവര് വരുന്നത് 8:45 കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ആളുകൾ കടന്നു വരുന്നത്. അപ്പൊ ഈ 9:30 ആകുമ്പോ ഈ pre-KG കുട്ടികൾ കടന്നു വരുന്നു. കുട്ടികൾ ഭയപ്പെടുന്നു, ബഹളം കേൾക്കുന്നു, കുട്ടികൾ പാനിക്കാവുന്നു. അങ്ങനെയാണ് കുട്ടികളെ ഞങ്ങൾ ശ്രീ അൻസാരി വളരെ പെട്ടെന്ന് എനിക്ക് ആരിഫ് ഹുസൈനിലേക്ക് പോകണം. ശ്രീ അൻസാരി, എനിക്ക് ആരിഫ് ഹുസൈനിലേക്ക് പോകണം വളരെ പെട്ടെന്ന്. ഓക്കെ, സംഭവം ഈ സ്കൂളിന്റെ ഈ കുട്ടികളുടെ വിഷയമല്ല. യഥാർത്ഥത്തിൽ മൊത്തത്തിൽ കാസയുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, അത് പൊളിഞ്ഞു പോയി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു സന്തോഷം. നമുക്കറിയാം, ഇതിനു മുമ്പ് കുറെ വിവാദം ഉണ്ടായി. അതിനകത്ത് കാസ നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു. ആ ഉപയോഗപ്പെടുത്തിയതിന്റെ ഫലം BJP അത് പിന്നെ എന്ത് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ BJPയുടെ പ്രതിനിധിക്ക് വിഷമം. അവിടെ 4 ദിവസം കഴിഞ്ഞിട്ട് പോയതെന്താ? അതുവരെ അവരുടെ പോഷക സംഘടനയായ കാസ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. BJP അങ്ങോട്ട് പോകണ്ട, നിർദ്ദേശം കൊടുത്താൽ മതി. അപ്പൊ ഇതൊക്കെ അറിയാത്തവരൊന്നുമല്ല കേരളത്തിലെ ആൾക്കാർ. അതുകൊണ്ട് ഈ കാസയുടെ പ്രവർത്തനം അവിടെ അവര് പ്ലാൻ ചെയ്തിരുന്നു. അവിടെ കുട്ടിയെ ഇങ്ങനെ അവിടെ അങ്ങനെ അവിടെ ഒരു മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്ത് നിങ്ങൾ പറഞ്ഞു. അല്ലാതെ ആഹാരം കഴിക്കുന്നവർക്ക് അന്നം കഴിക്കുന്നവർക്ക് അറിയാം കാസ ഏതൊക്കെയാണ്. കാസ നിങ്ങൾക്ക് ഔദ്യോഗികമായിട്ടും അനൗദ്യോഗികമായിട്ടും. എന്നാ കാസ തീവ്രവാദ സംഘടന എന്ന് പറയാൻ തന്റെ ഇടമുണ്ടോ BJPക്ക്? പറയാമോ? കാസ ഒരു തീവ്രവാദ സംഘടനയാണെന്ന് പറയാൻ, അല്ലെങ്കിൽ ഹിന്ദു ക്രൈസ്തവ ബിജെപിയുടെ പ്രതിനിധിയെടുത്താ ചോദിക്കുന്നത്. കാസ മുസ്ലിങ്ങളും ക്രൈസ്തവരും തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ് എന്ന് നിങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റുമോ? അങ്ങനെയല്ല ഞാൻ മനസ്സിലാക്കിയെടുത്ത്. കാസ അവരുടെ സമുദായത്തിലെ അവരുടെ ഇല്ലില്ല ഞാൻ പറയാം. ഞാൻ കാണുന്നത് കാസ അവരുടെ സമുദായത്തിലെ അല്ലെ അവരുടെ മതത്തിനുള്ളിലുള്ള ഭിന്നതകളെ പോലും തുറന്നു പറയുന്ന ഒരു സംഘടനയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവര് ഹിന്ദുക്കളെ കുറിച്ച് പറയും, മുസ്ലിം മതവിഭാഗത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയും, അവരുടെ മതവിഭാഗത്തിലുള്ള പ്രശ്നങ്ങളും പറയും. അങ്ങനെ ഒരു പ്രസ്ഥാനമാണ് ഛത്തീഗഡിൽ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പം കാസ മിണ്ടിയോ? കാസയുടെ ഒരു പ്രതികരണം ഉണ്ടായോ? അല്ല, കാസയെ കുറിച്ച് ചർച്ചയിലേക്ക് വരാം. ഇവിടെ സംഭവിച്ചത് ഇന്നിപ്പോൾ നമ്മുടെ ചർച്ച BJP ഉണ്ടായിരുന്നു, ഞങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ ആരുമല്ലല്ലോ ഇടപെട്ടത്. ഞങ്ങൾ പോയി ഇടപെട്ടു. അവർക്ക് വേണ്ട നീതി അവിടെ ആ നിമിഷം നടപ്പിലാക്കി കൊടുത്തു. എന്റെ ഹൈബിയുടെ SDPIയെ സഹായിക്കാൻ വന്ന ഹൈബിയുടെ അത് സാധിച്ചില്ല. ആ സ്കൂളിന് നീതി കൊടുക്കാൻ പറ്റില്ല. കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. അറിയാമോ നമ്മുടെ ഈ ചർച്ചയുടെ വിഷയം എന്താണെന്ന് അറിയാമോ? ഒരു മന്ത്രി ഇന്നലെ രാത്രി ഇവിടെ എറണാകുളത്തെ ഞാൻ പറയട്ടെ, എറണാകുളത്തെ MP ആയിട്ടുള്ള ഹൈബി ഈഡനെ പോലും സ്വന്തം വരുതിയിൽ നിർത്താൻ പറ്റുന്ന എന്തു മാജിക്കാണ് SDPIക്കുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. മുനമ്പത്തും അവരെ വരുതിയിൽ നിർത്തി. നിങ്ങൾ ഇങ്ങനെ കേരളത്തിലെ CPMന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാരെയും മന്ത്രിമാരെയും MLAമാരെയും ഒക്കെ വരുതിക്ക് നിർത്തുകയാ. അതിന്റെ എന്തു മാജിക്കാണ് SDPIയുടെ കയ്യിലുള്ളത്? ശരി, ആരിഫ് ഹുസൈൻ, അങ്ങനെ എന്തെങ്കിലും മാജിക് ഉണ്ടോ SDPIക്ക്? നമ്മുടെ രാഷ്ട്രീയ സംഘടനകളെ ഇത്തരം സംഘടനകൾക്ക് സാധിക്കുന്ന ആരോപണത്തിനുള്ള മറുപടി വളരെ പെട്ടെന്ന് ആരിഫ് ഹുസൈൻ, ശ്രീ ആരിഫ് ഹുസൈൻ അദ്ദേഹം പറഞ്ഞോട്ടെ ദയവായി പ്ലീസ്. അതായത് ഇതിപ്പോ ലക്ഷ്യം ഒന്ന് മാത്രമാണ്. താങ്കളിലേക്ക് വരാം.
യെസ്. അപ്പൊ ഇവിടെ എന്തെങ്കിലും മാജിക് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് മാജിക് ഒന്നുമല്ല. ഇത് ലോകത്ത് കണ്ടുവരുന്ന ഒരു ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസ്, അതിന്റെ ബാക്കിയാണ് ഇവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് മാതിരി ഇടതുപക്ഷം എന്ന് പറയുന്നത് യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആണ്. ഈ SDPI എന്ന് പറയുന്ന പാർട്ടിയാണെങ്കിലും അവർ പ്രതിദാനം ചെയ്യുന്നത് ഇസ്ലാമിക് ജിഹാദിനെയാണ്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ അജണ്ട. അങ്ങനെ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ജിഹാദ് എവിടെ ഉണ്ട്? ആരിഫ് പേര് ആരിഫ് എന്നാണോ? അതെ, അങ്ങനെ ഇസ്ലാമിക് ജിഹാദ് SDPI അല്ല, SDPI കുറിച്ച് മോശമായിട്ട് ആരിഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എങ്ങനെ ഇസ്ലാമിക് ജിഹാദ് ആവുന്നു? SDPI ജിഹാദ് എന്ന് പറയുന്നത് ഇദ്ദേഹം എങ്ങനെ പറയുന്നത്? അല്ല, ഇദ്ദേഹം പറയുന്നത് കേട്ടിരിക്കണോ രഞ്ജിത്തെ? ഇദ്ദേഹം ഏതാ? ഇദ്ദേഹം ഏതാ? അല്ല, ഇദ്ദേഹം ഏതാ? ഒരു ആരിഫ് എന്ന് പറഞ്ഞിട്ട് ആരാ ഇദ്ദേഹം? അല്ലല്ല, SDPI ജിഹാദ് എന്ന് പറയുന്നത് ഏതാ? ഇദ്ദേഹത്തിന് ഏതാ അവകാശം? ഓക്കെ. അപ്പോ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജിഹാദാണ്. ആ ജിഹാദിലൂടെ ഇന്ത്യയുടെ ഭരണം, നിങ്ങളുടെ അവസരം SDPI വളരെ അത് മുസ്ലിം ബ്രദർഹുഡ് മുന്നോട്ട് വെക്കുന്ന സംഗതിയാണ്. ആ സാധനം ഇവിടെ ഇറക്കുമതി ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ SDPIയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ ഒന്ന് തന്നെയാണ്. അത് ജിഹാദ് എവിടെയാണെന്ന് അന്വേഷിച്ച് നിങ്ങൾ നടക്കുന്നു വേണ്ട. നിങ്ങളുടെ തന്നെ കസേരയുടെ മൂട്ടിൽ ഇരിക്കുന്നുണ്ടാവും അതിന്റെ ഡോക്യുമെന്റ് എടുത്ത് വായിച്ചു നോക്കുക. മിഷൻ 2047 ഡോക്യുമെന്റ്. ഓക്കെ. അപ്പോൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾ കുഴിച്ചു വെക്കുന്ന കുഴിയിൽ വന്ന് ചാടുന്ന യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആണ് ഇവിടുത്തെ ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തോടൊപ്പം ചിലപ്പോൾ കൂടെ ഈ കോൺഗ്രസ്സുകാരും വന്ന് ചാടുന്നു. അത്രേ ഇവിടെ നടന്നിട്ടുള്ളൂ. അപ്പോ ഈ സാധനം നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ, എന്താ നിങ്ങൾ അക്രമം കാണിച്ചു. കുറച്ച് നാൾ മുന്നേ കണ്ണൂര് ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയെ നിങ്ങൾ തല്ലിക്കൊന്നു. അതിന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? അവർ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ചെന്നാണെന്നാ പറഞ്ഞത്. ഈ ലോകത്ത് എന്താ, ഈ നാട്ടിൽ എന്താ വേറെ പൊതുപ്രവർത്തകരൊന്നുമില്ല? ഈ SDPI മാത്രമേ ഉള്ളൂ പൊതുപ്രവർത്തകരായിട്ട്? ഇദ്ദേഹത്തിന് എന്താണ് നമ്പർ എടുത്ത് വിളിക്കാൻ? അവിടുത്തെ ഒരു മെമ്പറുടെ നമ്പർ എടുക്കാം, അതല്ലെങ്കിൽ ആ വാർഡ് മെമ്പറുടെ നമ്പർ എടുക്കാം, അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്പർ എടുക്കാം. അതൊന്നും എടുക്കാതെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ആ പറയുന്ന അധ്യാപകൻ, ആ പറയുന്ന കുട്ടിയുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അവിടെ വന്നിട്ടുള്ള ആളുകൾക്കോ SDPI-കാരനെ വിളിക്കണം തോന്നുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ള ABCD അലിഫ് ബാത്ത അതൊക്കെ നമുക്കും അറിയാം. അപ്പൊ ആ തരം തരികിടെ ഒന്നും ഇവിടെ എടുക്കണ്ട. ഓക്കെ. അപ്പൊ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് ഇസ്ലാമോ ലെഫ്റ്റ് അത് നടത്തി വരുന്ന ആ കൂട്ടുകെട്ടിന്റെ പച്ചയായ ഒരു മാനിഫെസ്റ്റേഷൻ. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ പറയുന്ന യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആയിട്ടുള്ള ഇടതുപക്ഷവും ഈ കോൺഗ്രസ്സുകാരെല്ലാവരും കൂടിയിട്ട് ഈ ഇസ്ലാമിസ്റ്റ് ജിഹാദി ആശയം അത് കുഴിച്ചു വെക്കുന്ന ആ ട്രാപ്പിൽ പോയി ചാടി കൊടുക്കുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇത് ലോകത്ത് എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് കണ്ടാൽ മനസ്സിലാക്കാവുന്ന നിലയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പരിപ്പ് ഇനി ഇവിടെ കുക്ക് നഹി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. ശ്രീ ആരിഫ് ഹുസൈനാണ് സംസാരിച്ചത്. ഇപ്പോൾ അതിന് മറുപടി പറയാം അൻസാരി. അൻസാരി ഹലോ, കേൾക്കുന്നില്ല? അൻസാരി പറയാം, താങ്കൾ കേട്ട് കാണും, മറുപടി പറയാം. താങ്കളുടെ സമയമാണ്. സമയം കിട്ടിയില്ല എന്ന് പിന്നെ പരാതി പറയരുത്. ഇല്ല, ഞാൻ കേട്ടില്ല. കേട്ടില്ല. സോറി, ഒന്ന് പറഞ്ഞു, ഞാൻ കേട്ടില്ല. താങ്കൾക്ക് മറുപടി പറയാം. ആരിഫ് ഹുസൈൻ ഉന്നയിച്ച ആരോപണത്തിൽ താങ്കൾക്ക് മറുപടി പറയാം. ഇദ്ദേഹം കേരളത്തിലൊന്നും അല്ലേ ഇയാൾ ജീവിക്കുന്നത്? അല്ല, സംഗീത തന്തയാന്ന് തോന്നി ഇപ്പൊ കണ്ടപ്പോ. ആഹാരം കഴിക്കുന്നതാണ്. ഞാൻ പറയട്ടെ, ഇപ്പൊ മെമ്പറും ജനപ്രതിനിധിയൊക്കെ വിളിക്കാതെ ഒരു മിനിറ്റ് പിന്നെ മെമ്പറെയോ ജനപ്രതിനിധിയോ ഒക്കെ വിളിക്കാതെ SDPI വിളിച്ചപ്പം അതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന പറഞ്ഞത്. അപ്പൊ ഒരു മെമ്പറേക്കാൾ സ്വാധീനം ആ നാട്ടിൽ SDPIയുടെ പ്രവർത്തകർക്കുണ്ടെങ്കിൽ അതിൽ അഭിമാനമേ ഉള്ളൂ ഞങ്ങൾക്ക്. ഞങ്ങൾ അതാ പറയുന്നത്. നേരത്തെ ഇവിടെ BJPയുടെ ഇത് പറഞ്ഞിരുന്നല്ലോ, ഇവിടെ ഹൈബീഡനെ ഞങ്ങൾ ഹൈജാക്ക് ചെയ്യുന്നു, പിന്നെ ശിവൻകുട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ ലക്ഷ്യം അത് തന്നെയാണ്, ഹൈജാക്ക് ചെയ്യാന്നുള്ളതല്ല, ഇന്ത്യ ഭരിക്കുക. നീലക്കുറുക്കൻ കൂകും എന്ന് ഞാൻ പറഞ്ഞത് തന്നെയാണ്. നീലക്കുറുക്കൻ കൂകി ഉള്ള കാര്യം പോപ്പുലർ ഫ്രണ്ടുകാരെ വിളിക്കണം എന്ന കൃത്യമായ ഭരിക്കാൻ വേണ്ടിട്ട്. അതുകൊണ്ടാണ് മനസ്സിലായല്ലോ. നിങ്ങൾ വെറുതെ കടന്ന് ജനാധിപത്യപരമായി മനസ്സിലാക്കാനുള്ള ബോധം ജനാധിപത്യ ഒരു മിനിറ്റ് നിങ്ങളൊന്ന് കേക്കേ, നിങ്ങൾ കേൾക്കാനൊരു മനസ്സ് കാണിക്കേ. പ്രശ്നം എന്തത്ര സംഭവേ, ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ ജനകീയ പിന്നെ വോട്ട് തെരഞ്ഞെടുപ്പിലൂടെ ഈ കേരളത്തിലൊന്നും മത്സരിക്കാൻ കഴിയില്ലേ? SDPIക്ക് മത്സരിക്കാൻ ഭരിക്കാൻ കഴിയില്ലേ? അതിനൊക്കെ ഒരവസരം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്. ഇന്ന് വരെയും നിങ്ങൾക്കൊന്നും തെളിയിക്കാൻ കഴിയും SDPIക്ക് ഒരു രീതിയിലുള്ള ഒരു തീവ്രവാദ സംഘടനയുമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കൈവെട്ടിയത് ആരാണ്? ഏതെങ്കിലും ആയിട്ടില്ല.
ജോസഫ് ഒറ്റയ്ക്ക് മാസ്റ്റർ മത്സരിക്കാം, മത്സരിക്കാം. ഞങ്ങൾ വരുന്ന ലോക്സഭ ആ വെട്ടിയ പ്രതിയെ SDPIയുടെ ബാനർ ഇട്ടേപ്പിച്ച ആള് നിങ്ങളല്ലേ? നിങ്ങൾ 140 നിയോജക മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമോ? അദ്ദേഹം പ്രതിയാണ് ഇവിടെ, അദ്ദേഹം പ്രതിയാണ്. 2026 നിങ്ങൾ 140 നിയോജക മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമോ? അത് ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം. ഒറ്റയ്ക്ക് മത്സരിക്കണോ അല്ല, സാധാരണ കണ്ടുവരുന്നത് നിങ്ങൾ നോമിനേഷൻ കൊടുക്കും, പിൻവലിക്കേണ്ട ഒരു സമയത്ത് ഉപദേശവും ഞങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ അല്ല ജനാധിപത്യ പ്രക്രിയയില് നിങ്ങൾ തുറന്നു പറഞ്ഞില്ലേ, തിരുവനന്തപുരത്ത് നേമത്ത് SDPI CPM-ന് വോട്ട് ചെയ്തു എന്ന് പത്രസമ്മേളനം നടത്തിയത് SDPI അല്ലേ? മറന്നുപോയോ? നിങ്ങൾക്ക് അങ്ങനെയുള്ള ജനാധിപത്യമേ അറിയൂ എന്നാ ഞാൻ പറഞ്ഞത്. യഥാർത്ഥ ജനാധിപത്യം നിങ്ങൾക്ക് അറിയില്ല സാർ. നിങ്ങൾക്ക് BJP-യെ അതെ അതെ, അതാണ് നിങ്ങളുടെ രാഷ്ട്രീയം, അതാണ് നിങ്ങളുടെ രാഷ്ട്രീയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോലെയുള്ള CPM പോലെയുള്ളവരും നിങ്ങൾ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞത് അതാണ്. അല്ല, ഹൈജാക്ക് ചെയ്ത് നിങ്ങളൊക്കെ പറയുമ്പോഴേ നമുക്കൊരു അഭിമാനം തോന്നുന്നുണ്ട്. കാര്യം ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് മന്ത്രിയൊക്കെ ഹൈജാക്ക് ചെയ്യാം, MP ഒക്കെ ഹൈജാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനമുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, നമുക്കൊരു MLA ഉണ്ടാകുന്നു. ഞാൻ വേറെ പറയാം, ഞങ്ങൾ നോമിനേഷൻ കൊടുത്തിട്ട് പിൻവലിച്ചിട്ടില്ല. മേഡം അത് തിരുത്തണം. ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. വേറൊന്ന്, നമ്മൾ പിന്നെ മുന്നണിയുടെ ഭാഗമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കോ മത്സരിക്കാൻ മുന്നണിയുമായിട്ട് ചർച്ച ചെയ്യും. ഇനി BJP-യെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഭാവിയിൽ അത് എടുക്കാതിരിക്കുക, അതൊക്കെ അപ്പോഴപ്പോഴുള്ള രാഷ്ട്രീയ നിലപാടാണ്. പത്തനംതിട്ട കോട്ടാങ്ങൽ ഞാൻ വിഷയത്തിലേക്കൊന്ന് വരട്ടെ, തെരഞ്ഞെടുപ്പൊക്കെ ആ സമയമാകുമ്പോൾ ചർച്ച ചെയ്യാം. ഞാൻ വിഷയത്തിലേക്കൊന്ന് വരട്ടെ. ശ്രീ ജോഷി, നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇനി ആ സ്കൂളിന്റെ ഒരു ജോസി കൈവളപ്പിൽ സ്കൂളിന്റെ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ സാഹചര്യമാണ്. അവിടെ സുഗമമായ കാര്യങ്ങളൊക്കെ ഇന്ന് മുന്നോട്ട് പോയല്ലോ അല്ലേ? ഇനി സമാധാനം പുലരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ പ്രശ്നമൊക്കെ അവസാനിച്ച് കുട്ടി ഇന്ന് സ്കൂളിൽ വന്നിരുന്നോ? ഇല്ല, തീർച്ചയായിട്ടും സമാധാനം പുലരണമെന്ന ആഗ്രഹമാണ് ഈ പ്രദേശവാസികൾക്കുള്ളത്. അത് കുട്ടി ഇന്ന് വന്നില്ല. കുട്ടിക്ക് എന്തോ അസുഖം ബാധിച്ചു എന്നാണ് നമ്മൾ അറിഞ്ഞത്. ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങളില്ല. എന്നിരുന്നാലും ഈ പ്രദേശത്തിന്റെ പ്രത്യേകത ഞാൻ പറയും. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ സ്കൂളുമായിട്ട് 100 മീറ്ററിനടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഇത് CPM-ന്റെ കൗൺസിലറാണ് ഈ വാർഡിലുള്ള 19ാം ഡിവിഷൻ. വാർഡ് കമ്മിറ്റിയില് ഈ സ്കൂളിന്റെ PTA ഉൾപ്പെടുന്ന ആളുകൾ വാർഡ് കമ്മിറ്റിയിൽ ഈ PTA ഈ പറയുന്ന വാർഡ് കമ്മിറ്റിയിൽ ഇവിടുത്തെ സ്കൂളിന്റെ പ്രതിനിധി പങ്കെടുക്കുന്ന ഒരു കമ്മിറ്റിയാണുള്ളത്. അതായത് സ്കൂൾ പ്രിൻസിപ്പളോ മാനേജറോ വാർഡ് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം വാർഡ് കമ്മിറ്റി കൂടുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതിനിധിയാണ്. ഞാൻ അതിലേക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ഗൂഢശ്രമത്തിന്റെ ഭാഗമായിരുന്നു എന്ന് ഞാനത് ഊന്നി പറയാനും നിങ്ങൾ പലരും വിട്ടുപോയ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാനുമാണ്. അത് പലരും ഈ കാര്യം ചിലപ്പോ മറന്നുപോയതാണോ ബോധപൂർവം മറച്ചു വെച്ചതാണോ എന്ന് അറിയില്ല. ഇവിടെ ഒരു വാർഡ് കൗൺസിലർ മെമ്പർ ഉണ്ട്. ആ മെമ്പർ ഇന്ന് ഈ നിമിഷം വരെ ഈ വാർഡ് കമ്മിറ്റിയില് ഉൾപ്പെടുന്ന സ്കൂളിന്റെ ഒരു വിഷയങ്ങൾ ഉണ്ടായിട്ട് ഈ കൗൺസിലർ CPM-ന്റെ PR രജനി എന്ന് പറയുന്ന കൗൺസിലർ ഇന്ന് ഈ നിമിഷം വരെ ഒന്ന് വിളിച്ചു ചോദിക്കുകയോ സ്കൂൾ സന്ദർശിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഈ പറയുന്ന കൗൺസിലർ അങ്ങോട്ട് വരാത്തത്? എന്താണ് ഇത്രയും വിഷയങ്ങൾ ഈ പ്രദേശം സംഘർഷഭരിതമായിട്ട് ഈ കൗൺസിലർ സ്കൂൾ സന്ദർശിക്കാനോ സ്കൂളിന്റെ PTA ഭാരവാഹികളെ ഒന്ന് വിളിച്ചു ചോദിക്കാനോ തയ്യാറാകാത്തതെന്നുള്ളത് ഇന്നിപ്പം മന്ത്രിയുടെ പ്രസ്താവന കൂടി വന്നപ്പോൾ, അല്ലെങ്കിൽ ഇന്നലെ മന്ത്രിയുടെ പ്രസ്താവന വന്നപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലായി എന്തുകൊണ്ടാണെന്നുള്ളത്. ശരി, അതാണ് സാഹചര്യം. നന്ദി ശ്രീ ആരിഫ് ഹുസൈന്, TP സിന്ധുപോൾ, ശ്രീ അൻസാരി, ഒപ്പം ശ്രീ ജോഷി. എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ടാണ് ഇടപെട്ടത്. ഒപ്പം ശ്രീജിത്ത് പണിക്കരും ഈ ചർച്ചയുടെ ഭാഗമായിരുന്നു. ഞാൻ പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം, ഹിജാബ് വിവാദം വഷളാക്കിയത് മന്ത്രിയോ എന്നായിരുന്നു. അതേ എന്ന് 85% പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടു എന്നുള്ളതാണ് ഈ ചർച്ചയുടെ ആകത്തുക. അല്ല എന്ന് അഭിപ്രായപ്പെട്ടത് 13% ആളുകൾ മാത്രമാണ്. അതായത് മന്ത്രി ശിവൻകുട്ടിയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇത്രയും വീക്ഷണമാക്കിയത് എന്നുള്ള നിലപാടാണ് ഇതിൽ പങ്കെടുത്ത പ്രേക്ഷകർ പങ്കുവച്ചത്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.